നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചാരണ കൊടുമുടിയിലാണ്. അങ്ങനെ നിൽക്കെ എന്തുമാത്രം ഐക്യത്തോടെയും ഒരുമയോടെയും മുന്നോട്ട് പോകാൻ പ്രധാനപ്പെട്ട മുന്നണികൾക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു, ഞങ്ങളെ വിജയിപ്പിച്ച് ഒരു ശക്തിയുക്തമായ പ്രാദേശിക ഭരണകൂടത്തെ സൃഷ്ടിക്കൂ എന്ന സന്ദേശം കൊടുക്കുന്നതിൽ ആർക്കൊക്കെ എന്തുമാത്രം വിജയിക്കാൻ കഴിയുന്നു. ഏറ്റവും വലിയ പൊട്ടിത്തെറികൾ കേൾക്കുന്നത് UDF-നകത്താണ്. മുന്നണിക്കകത്ത് പാർട്ടികൾ തമ്മിലുള്ള സീറ്റ് വീതം വെപ്പിലെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പലയിടത്തും ഘടകകക്ഷികളുടെ സീറ്റുകൾ കോൺഗ്രസ് കവർന്നെടുക്കുന്നു എന്ന ആക്ഷേപം പോലും ഉയർന്നു വരികയാണ്. കക്ഷികൾക്കകത്ത് തന്നെ വലിയ അടി. മുസ്ലിം ലീഗിൽ നിന്നാണ് ഒരുപക്ഷെ ആദ്യം ഏറ്റവും വലിയ അടി പൊട്ടുന്നതിൻ്റെ ശബ്ദം കേട്ടത്. പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസിനകത്ത് നിരന്തരമായ ആഭ്യന്തര സംഘർഷങ്ങളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും കേരളത്തിലാകമാനം പ്രചരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നാണ് VD സതീശൻ അല്പസമയം മുമ്പ് പറഞ്ഞു കേട്ടത്. അങ്ങനെ ആ പിണറായി വിജയൻ സർക്കാരിനെ പുറത്താക്കാൻ, ഞങ്ങളെ വിജയിപ്പിക്കുമെന്ന സന്ദേശം നൽകാൻ അദ്ദേഹം ശ്രമിക്കുന്നെങ്കിൽ അടി ആദ്യം അവസാനിപ്പിക്കേണ്ട എന്ന ചോദ്യം കോൺഗ്രസിന് മുൻപിലുണ്ട്, UDF-ന് മുൻപിലുണ്ട്. LDF-നെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം ആഭ്യന്തര സംഘർഷങ്ങൾ കുറവാണ് എന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ദൃശ്യമായ സംഘർഷങ്ങളിലേക്കൊന്നും അവരെവിടെയും പോയിട്ടില്ല എന്നതാണ്. ആ ആത്മവിശ്വാസം അവരെ എന്തുമാത്രം തുണയ്ക്കും. അതിനപ്പുറം പോയാൽ ഇപ്പോൾ BJP-യുടെ കാര്യം എടുത്താലും BJP-ക്കകത്തും ഇപ്പോൾ കേരളത്തിൽ വലിയ ഒരു പാർട്ടിയായി മാറിയിട്ടില്ല എങ്കിൽ കൂടെയും ആഭ്യന്തര ശൈഥില്യങ്ങളുടെയും ഗ്രൂപ്പ് യുദ്ധങ്ങളുടെയും കാര്യത്തിൽ മറ്റേതു പാർട്ടിയോടും കിടപിടിക്കാൻ കഴിയും വിധത്തിലുള്ള ഗ്രൂപ്പുകൾ അതിനകത്തുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ പാലക്കാടും പരിസര പ്രദേശങ്ങളിലും ഇവിടെ മറ്റിടത്ത് പലയിടത്തും BJP-ക്കകത്തെ അടി തിരുവനന്തപുരം പോലത്തെ സ്ഥലത്ത് പോലും നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്ന് സന്ദേശം കൊടുക്കേണ്ട ഒരു നിർണായക സന്ധിയിൽ പോലും തമ്മിലടിക്കുന്ന ഈ കക്ഷികൾക്ക് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക, ആത്മവിശ്വാസത്തോടെ സമീപിക്കാൻ കഴിയുക, ആളുകളെ സ്വാധീനിക്കാൻ കഴിയുക എന്ന ചോദ്യമുണ്ട്. അതോ അതിനപ്പുറമെല്ലാം പോയി ഒരു ഘട്ടം പഞ്ചായത്ത് ഇലക്ഷനാണല്ലോ, സ്വാഭാവികമായിട്ടും അതിനകത്ത് ജയിക്കാൻ ആഗ്രഹമുള്ള, ഒരു സീറ്റ് കിട്ടാത്ത, ഉള്ള സീറ്റ് നഷ്ടപ്പെട്ട, സംവരണം വന്നപ്പോൾ പോയ, പകരം സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്ന അങ്ങനെ കുറേ ഇച്ഛാഭംഗങ്ങൾ, സ്ഥാനമോഹികൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാവുക, റിബലുകൾ വരിക, അതൊക്കെ അതില്ലാത്ത തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടേ ഇല്ല, പ്രത്യേകിച്ച് തദ്ദേശത്തിൽ. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വേറെ ചില അജണ്ടകളായിരിക്കുമോ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുക എന്ന ചോദ്യവും അവിടെയുണ്ട്. അപ്പോൾ ഈ വിഷയം നമ്മൾ സംസാരിക്കുകയാണ്, തമ്മിലടിച്ച് തകരുന്നതാര് എന്ന്. അനൂപ് VR കോൺഗ്രസ് നേതാവ്, ശ്രീ K അനിൽകുമാർ CPIM-ൽ നിന്ന്, ഷാബു പ്രസാദ് വലതു നിരീക്ഷകൻ, ശ്രീ A സജീവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് നമ്മുടെ കൂടെ ഈ ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ അനൂപ് VR, ഈ പിണറായി വിജയൻ സർക്കാരിനോടുള്ള ജനവിധിയായിരിക്കണം ഇത് എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ മാറ്റി പകരം കൊണ്ടുവരാൻ കഴിയുന്ന സുസ്ഥിര സ്വഭാവമുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, ഐക്യമുള്ള ഒരു സംവിധാനമാണ് അപ്പുറത്ത് വേണ്ടത് എന്ന് ജനത്തിന് വിചാരിക്കാൻ പറ്റണമല്ലോ. അങ്ങനെ ജനങ്ങൾക്ക് വിചാരിക്കാൻ കഴിയും വിധത്തിൽ ഒരു സുസ്ഥിര സ്വഭാവത്തിൽ, ഐക്യ സ്വഭാവത്തിൽ, ഒരുമയോടെയാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്? അടി ഏറ്റവും കൂടുതൽ അവിടെയാണല്ലോ. അനൂപ് കേൾക്കുന്നുണ്ടോ? അനൂപ് കേൾക്കാമോ? അനൂപ് കേൾക്കുന്നില്ല. ശരി, ഞാനൊന്ന് വരാം. ശ്രീ A സജീവൻ, ഇവിടെ ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് ഇത് അതിപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം സാധാരണ പോലെയല്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി മാറി UDF-നും LDF-നും അതുകൊണ്ട് അധികം പണിയൊന്നും എടുക്കേണ്ട എന്നൊരു നില ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അത് മാറി. നന്നായി പണിയെടുത്താലേ ഭരണം പിടിക്കാൻ കഴിയുന്നൊരാവശ്യം, അടിയന്തര സാഹചര്യം അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിന് മുമ്പിലുള്ള ടെസ്റ്റ് ഡോസോ സെമി ഫൈനലെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ കഴിയുന്നതാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ. പഞ്ചായത്ത് ഇലക്ഷനിൽ സ്വാഭാവികമാണ് LDF-ന് കുറച്ച് നേട്ടം ഉണ്ടാക്കാൻ പറ്റും, എഡ്ജ് ഉണ്ടാവും. പക്ഷേ ഒരു ബെറ്റർ നമ്പർ ഉണ്ടാക്കേണ്ടതുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പുൾ കിട്ടുന്നതിന്, ഒരു കുതിപ്പ് കിട്ടുന്നതിന്. അതിൽ ഇപ്പോൾ എന്തുമാത്രം ജനവിശ്വാസത്തിൻ്റെ പരിസരത്തൂടെ സഞ്ചരിക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ട്? ഈ അടിയാണല്ലോ മൊത്തം എന്നൊരു ഫീൽ ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്നൊരു രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ, പ്രത്യേക കോൺഗ്രസിൻ്റെ മാത്രമല്ല ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഒരു മുന്നണിയായിട്ട് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റക്കെട്ടായിട്ട് നേരിടുക എന്ന ലക്ഷ്യത്തോടു കൂടി പോയാലേ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റും. വേണമെങ്കിൽ അവർക്ക്, കാരണം ഭരണവിരുദ്ധ വികാരമൊക്കെ കുറേയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ശബരിമല ഒരു വലിയ ഘടകമായിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ വോട്ടാക്കി മാറ്റാനുള്ള എന്ത് കൂട്ടായ ശ്രമങ്ങളൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ കൂട്ടായ ശ്രമം നടക്കുന്നുണ്ടോ? കൂട്ടായ ശ്രമത്തിന് അപ്പുറത്തേക്ക് ഈ തമ്മിലടി ഒതുക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു അത്ഭുതമാണ് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പണ്ട് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞ് ഇത് സാധാരണ പ്രവർത്തകൻ്റെ തെരഞ്ഞെടുപ്പാണ്,
അവർക്ക് വേണ്ടിയിട്ട് നേതാക്കന്മാർ എല്ലാ അടിയും ഒഴിവാക്കി മാറ്റണം. നേരത്തെ പാർലമെൻറ്റിൽ പരാജയപ്പെട്ട സമയത്ത് ഞാൻ ഇനി പ്രവർത്തനത്തിലേക്കേ ഇല്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞ് മാറിയിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ വളരെ സജീവമായിട്ട് ഉണ്ടാവുമെന്ന് പറയും. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായീകരണം, അദ്ദേഹത്തെ പോലെ എല്ലാ നേതാക്കന്മാരും അക്കാലത്ത് പറഞ്ഞ ന്യായീകരണം, ഇത് സാധാരണ പ്രവർത്തകൻ്റെ തെരഞ്ഞെടുപ്പാണ്, അവർക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റുന്ന ഒരവസരമാണ്. എന്നിട്ടിപ്പോഴെന്താണ് ഉണ്ടായിട്ടുള്ളത്? അത്ഭുതം തോന്നുകയാണ്. കാരണം കുറച്ച് മുമ്പുണ്ടായിരുന്ന ഐക്യവും ഈ എങ്ങനെയെങ്കിലും ഭരണത്തെ അട്ടിമറിക്കണം എന്നുള്ള തോന്നലും ഞങ്ങൾ സെമി ഫൈനലാണെന്നുള്ള പ്രഖ്യാപനം, ഇതൊക്കെ പൂർണ്ണമായും മറന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് പൊന്മുണ്ടത്തുള്ള സംഭവം നമുക്കറിയാം. ഈ തരത്തിൽ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് UDF മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരവസ്ഥ. സത്യത്തിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമായി. കാരണം ഇത് കഴിഞ്ഞ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അധികാരത്തിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ മെച്ചം ഉണ്ടാക്കണമെങ്കിൽ അതിന് ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആത്മവിശ്വാസം കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഇപ്പോഴുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് കുറേ സ്ഥലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം, അത് ഞങ്ങൾക്ക് അനുകൂലമാണ്, സർക്കാരിനെതിരാണെന്നുള്ള രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഞാൻ വിചാരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് പോലും എത്താൻ പറ്റിയില്ലെങ്കിൽ അതുണ്ടാക്കാവുന്ന തിരിച്ചടി ജനങ്ങൾക്ക് ഇവരിൽ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയുണ്ട്. സജീവനകത്ത് ഒരു കാര്യമുണ്ടല്ലോ, അതായത് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് കോൺഗ്രസും UDF-ഉം, അത് ഈ പറഞ്ഞ CPM-നെയും BJP-യും പോലെ, കേന്ദ്ര BJP ഉദ്ദേശിച്ചത് പോലെ, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായി ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന പാരമ്പര്യമേ അതിനില്ലല്ലോ. അങ്ങനെ കുത്തഴിഞ്ഞ ഘട്ടത്തിലും അവർ വിജയിക്കുന്ന നിലയെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തദ്ദേശമാണ്, തദ്ദേശത്തിൽ അടി കുറച്ച് കൂടുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇത് ആകപ്പാടെ ഒരു ശൈഥില്യാവസ്ഥയിലെത്തിയിരിക്കുന്നു. ജനവിശ്വാസം നഷ്ടപ്പെടും എന്ന് വിചാരിക്കാമോ, അതോ ഇത് സവിശേഷ സന്ദർഭമാണോ? അല്ല, ഇതിന് മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ മതിയല്ലോ. അപ്പോഴൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സൗഹൃദ മത്സരം പോലെ പലയിടത്തും മത്സരിച്ചൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ഇത് ഓരോ സ്ഥലത്തും പ്രശ്നങ്ങളാണ് വരുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാർ രംഗത്തിറങ്ങുന്നൊരവസ്ഥ കാണുന്നില്ല. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പരാജയത്തിന് ശേഷം ഉണ്ടാകുന്ന ഒന്നാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിന് പ്രധാന ഫൈനൽ എന്ന് പറയുന്നത്. ആ ഫൈനലിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാക്കാൻ പറ്റുമോ ആ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. തൊട്ടു മുമ്പേ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. ബീഹാറിൽ ഇതേപോലെ സൗഹൃദ മത്സരത്തിലേക്ക് പോകുന്നു. ആ സൗഹൃദ മത്സരത്തിലേക്ക് പോയതിൻ്റെ തിരിച്ചടി നമ്മൾ കണ്ടതാണ്. ഒരു പാഠമെങ്കിലും UDF ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് ഇനിയും ഉള്ള സമയത്തിനിടയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കിയിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോയാൽ എത്രയോ അവസരം. കാരണം ഈ വിരുദ്ധ വികാരത്തിൻ്റെ അംശം, ശബരിമല പ്രശ്നം പോലുള്ള കാര്യങ്ങളില്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഉണ്ട്. അതിനെയൊക്കെ വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമം, അതിന് കൂട്ടായ ശ്രമം തന്നെ വേണം. ആ കൂട്ടായ ശ്രമം നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതാണ് അനൂപ് PR പഴയ കഥയൊന്നുമല്ല. പണ്ട് ഞങ്ങൾ പോസ്റ്റർ എഴുതിയിട്ടും അല്ലെങ്കിൽ ചുവരെഴുതി കഴിഞ്ഞും സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടുണ്ട്, എന്നിട്ടും ജയിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ആത്മവിശ്വാസം നിങ്ങളുണ്ട്. കാലം പോയി. ഇപ്പം നിങ്ങൾ പണിയെടുത്താലേ ജയിക്കാൻ പറ്റുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അടിസ്ഥാന പ്രശ്നം നിങ്ങൾക്ക് ഐക്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് കാണുന്നില്ല നാട്ടുകാർ. പൊതുവൽക്കരിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായും കോൺഗ്രസ് പോലെ അയഞ്ഞ ഘടനയുള്ള ഒരു കേഡർ ഘടന ഇല്ലാത്തൊരു പാർട്ടിയിൽ എല്ലാ കാലത്തുമുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പല ആളുകളും ഒരു സീറ്റിൽ മത്സരിക്കുന്ന ആഗ്രഹമുള്ളവരുണ്ടായിരിക്കാം, അവർ നോമിനേഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ പരിഹരിക്കപ്പെടുന്നത് ഇവിടെ അതിനെയൊക്കെ അതിലംഘിക്കുന്ന വലിയൊരു വികാരം ഈ നിലനിൽക്കുന്ന ഗവൺമെൻറ്റിനെതിരെയുണ്ട്. ഞങ്ങളിതിപ്പോൾ ചാനൽ ചർച്ചയിൽ മാത്രം പങ്കെടുക്കുന്ന ആളുകളല്ലല്ലോ. ഇന്ന് കൂടി ഒരു ഇലക്ഷൻ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത്. വളരെ കൃത്യമായി ഈ പറയുന്ന ജനങ്ങളിതിനെ കാണുന്നത് കേവലം ഒരു പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രം പ്രതിഫലിക്കുന്ന ഇലക്ഷൻ എന്നുള്ള നിലയ്ക്കല്ല. പിണറായി വിജയനെതിരെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം എന്നുള്ള ഒരു മാനം കൂടി തെരഞ്ഞെടുപ്പിനുണ്ടെന്നേ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതുണ്ടായിരുന്നു. തീർച്ചയായും ഇവിടെ എന്താണ് അടിത്തട്ടിലെ പ്രശ്നം?
പ്രാദേശികമായി മുകൾത്തട്ട് മുതൽ അടിത്തട്ട് വരെ CPM എന്ന പാർട്ടിയുടെ ഘടന ശൈഥില്യമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഈ പറയുന്ന പോലെയല്ല. മുൻപ് CPM ആണ് മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞിരുന്നൊരു ആരോപണം, സംസ്ഥാന പ്രസിഡന്റ് വന്നാൽ ദേശീയ പ്രസിഡന്റ് എഴുന്നേറ്റ് നിൽക്കുന്ന പാർട്ടി എന്നാണ് CPM മുസ്ലിം ലീഗിനെ പരിഹസിച്ചിരുന്നത്. ഇപ്പോൾ എന്താ യാഥാർത്ഥ്യം? പിണറായി വിജയൻ എന്ന് പറയുന്നത് പാർട്ടിയായി മാറിയിരിക്കുകയല്ലേ. പിണറായി വിജയൻ പറയുമ്പോൾ MA ബേബിക്ക് അതിൻ്റെ ദേശീയ സെക്രട്ടറി പ്രസക്തി ഇല്ലാതായി മാറിയിരിക്കുന്നു. CPMനെ സംബന്ധിച്ച് അതിൻ്റെ പാർട്ടി ബന്ധുക്കൾ, അതിൻ്റെ അനുഭാവികൾ എല്ലാവരും അസ്വസ്ഥരാണെന്നേ. അതിൻ്റെ ഒരു കേഡർ ഘടന കാരണം താൽക്കാലികമായി ഈ അസ്വസ്ഥതകൾ അത് മാനേജ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഇത് ആദ്യ അവസരത്തിൽ CPMൻ്റെ അണികൾ, അനുഭാവികൾ തന്നെ പിണറായി വിജയനെതിരെ അതിൻ്റെ പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഇതിനകത്ത് ഗ്രാസ് റൂട്ട് ലെവലിൽ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു സംശയമില്ല. ഇവിടെ കൃത്യമായി ഇപ്പോൾ ശബരിമല വിഷയം എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ 10 വീടെടുത്താൽ ഒരു വീട്ടിൽ ശബരിമലയിൽ പോകുന്ന ആളല്ലേ. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ കൃത്യമായി ശബരിമല കാലത്ത് തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രതിഫലിക്കില്ലേ? ശബരിമല വിഷയത്തിന്റെ കാരണക്കാർ സംസ്ഥാന സർക്കാരാണെന്ന് കരുതുക. ആ സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഒന്നും മാറ്റാൻ ഈ ഇലക്ഷൻ കൊണ്ട് കഴിയില്ലല്ലോ എന്നും ജനത്തിന് ചിന്തിക്കാമല്ലോ. അത് നമുക്ക് അടുത്ത ഇലക്ഷൻ നോക്കാം. ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ, മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ എന്നൊക്കെയല്ലേ ജനം പരിഗണിക്കുക എന്നൊരു പോയിന്റ് അവിടെ. അത് താങ്കൾക്ക് എതിർക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഐക്യത്തോടെ ജനങ്ങളെ സമീപിക്കുക വളരെ പ്രധാനമാണ്. വിച്ച് വൺ ഈസ് പ്രൊഫഷണൽ എന്ന ആൾക്കാർ നോക്കുമല്ലോ. ആർക്കാണ് ഒരു സ്ട്രോങ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുക, തകരാത്ത ഭരണകൂടങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുക, ആർക്കാണ് ഐക്യമുള്ളത്? ഇത് ജനം നോക്കുന്നതാണ്. ആരാണ് പ്രൊഫഷണൽ? പുതിയ കാല ചെറുപ്പക്കാർ നോക്കുന്നതാണ്. അതിന് നിങ്ങൾ ഇപ്പോഴും പ്രൊഫഷണൽ ആയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ അടിയായിട്ട് നടക്കുകയാണ്. ഒരു വാർഡിന് വേണ്ടി തമ്മിലടി, അല്ലെങ്കിൽ ഒരു സീറ്റിന് വേണ്ടി തമ്മിലടി. ഇതൊന്നും പരിഹരിച്ച് പ്രൊഫഷണൽ ആവാൻ കഴിയുന്നില്ല. അപ്പുറത്ത് ഈ അടി കേൾക്കുന്നില്ലല്ലോ. എൻ്റെ നിഷാദെ, അപ്പുറത്ത് അടി കേൾക്കുന്നില്ല എന്ന് ഏകപക്ഷീയമായിട്ട് അങ്ങനെ പറഞ്ഞു പോകരുത്. എന്താണ് യാഥാർത്ഥ്യം? ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ സ്റ്റുഡിയോയില. നിങ്ങളുടെ തൃശ്ശൂർ റിപ്പോർട്ടോട് ചോദിച്ചാൽ അറിയാം. തൃശ്ശൂർ കോർപ്പറേഷനിലെ കോട്ടപ്പുറം ഡിവിഷനിൽ ഒരു ബ്രാഞ്ച് ഒന്നടക്കം രാജിവെച്ചിരിക്കുക. അവിടെ അതുപോലെ സമാനമായ പ്രശ്നങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗം പറയാണ്, ഇവിടെ BJPയുമായി ധാരണയുണ്ട്, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു പറയാ. നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ അറിയാം, എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടെന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾ പുതിയ കാര്യമല്ല. പക്ഷേ CPM നാളിതുവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ അടിത്തട്ടിലുണ്ടെന്നേ. നിങ്ങളിങ്ങനെ ഏകപക്ഷീയമായി ഇങ്ങനെ വിധി എഴുതരുത്. യാഥാർത്ഥ്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. എല്ലാ സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. CPMൻ്റെ ഈ പറയുന്ന സംഘപരിവാർ പ്രീണനത്തിനെതിരെ അതിൻ്റെ അടിത്തട്ടിൽ തന്നെ ഉയരുന്ന ചോദ്യങ്ങളുണ്ട്. ഇത് CPMന് മറുപടി പറയാൻ പോകാൻ പറ്റുമോ? ഇന്ന് കൂടി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് വർഗീയവാദിയല്ല എന്ന് വിജയരാഘവൻ പറയുന്നത് പ്രതിഫലിക്കില്ലേ നിഷാദേ? ഈ പറയുന്ന കാര്യങ്ങൾ വിലയിരുത്താൻ തക്ക രാഷ്ട്രീയ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണോ CPMൻ്റെ അനുഭാവികളും പാർട്ടി മെമ്പർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ? MV ഗോവിന്ദൻ പരസ്യമായി വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുന്നു. മുൻകാലങ്ങളിൽ എന്താ ഇവിടെ CPM എല്ലാ കാലത്തും ഉയർത്തിയ വലിയ പ്രതിച്ഛായ എന്താ? എന്തൊക്കെ പറഞ്ഞാലും അവസാന നിമിഷം മതന്യൂനപക്ഷങ്ങളുടെ രക്ഷാകർതൃത്വം അവരെ രക്ഷിക്കാൻ പോകുന്നത് ഞങ്ങളാണെന്നാ. പക്ഷേ ഈ അവസാന ലാപ്പിലും CPMൻ്റെ നേതാക്കന്മാർ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം വരെ ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇതൊക്കെ ആളുകൾ കാണുന്നില്ലേ? ഇപ്പൊ അണികളെ സംബന്ധിച്ച് നിങ്ങൾ അതിനെ കേരളത്തിൽ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ റോഡിന്റെ പ്രശ്നം അല്ലെങ്കിൽ UDFിലെ അടിയുമല്ല, തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കാൻ ശേഷിയുള്ള വിഷയങ്ങൾ ഇവിടെ ഉണ്ട് എന്നതാണ്. അല്ല, ശ്രീ അനിൽകുമാർ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അനിൽകുമാർ, UDFിലെ ആളുകൾ അടിയുണ്ടാക്കുന്നത് കണ്ട് നിങ്ങൾ അതെല്ലാം ജനങ്ങൾ അതിനെയൊക്കെ കുഴപ്പമായിട്ട് കാണുമെന്ന് വിചാരിക്കേണ്ടതില്ല. ഒന്നാമത് അതിനൊരു പ്രിവിലേജ് UDFിനുണ്ടെന്നാണ്. കാരണം UDFിന് അടിയുണ്ടാക്കാനുള്ള പ്രിവിലേജ് ഉണ്ട്. അത് ജനങ്ങൾ അതിനെ അങ്ങനെ കാണുന്നു. അങ്ങനെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ തോതിൽ നിങ്ങൾക്ക് ആഘാതം ഏൽപ്പിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ മറ്റത് ചെറുതായി പോകുമെന്നാണ് അവരുടെ കോൺഫിഡൻസ്. ഒന്നാമതായിട്ട് ഈ കേരളം 9.5 കൊല്ലം കൊണ്ട് ഏതെങ്കിലും മേഖല പിന്നോട്ട് പോയോ എന്നുള്ളതാണ് നാട്ടുകാരുടെ മുമ്പിലുള്ള ചോദ്യം. വികാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ വികാരം? എന്തിനാ വികാരം? 9.5 കൊല്ലം കൊണ്ട് കേരളം പുറകോട്ട് പോയോ? ഏതെങ്കിലും മേഖലയിൽ കേരളം പുറകോട്ട് പോയതായി ഇന്ത്യ രാജ്യത്തെ സർക്കാർ പറയുന്നുണ്ടോ? എന്താണ് നാട്ടിലെ ജനങ്ങളുടെ ജീവിതാനുഭവം? ഇപ്പോൾ അദ്ദേഹം ഒരു കൺവെൻഷൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ നിരവധി കൺവെൻഷനിൽ പങ്കെടുത്തിട്ട് വരിക. നാട്ടിൽ ഏതെങ്കിലും സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടാകും. 9.5 കൊല്ലമായി. നാട്ടിൽ ഏതെങ്കിലും ആശുപത്രി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ മികവാർന്ന ആശുപത്രികളായി ഇനി നന്നാക്കാൻ എന്താ ബാക്കി? UDF സർക്കാരിൻ്റെ കാലത്ത് മരുന്നും പഞ്ഞിയില്ല. ഇപ്പോൾ ഇവർ പറയുന്നു സ്റ്റെൻറ്റ് കിട്ടുന്നില്ല.
ഇല്ലെങ്കിൽ ഒരു യന്ത്രത്തിൻ്റെ സൂചി ഒടിഞ്ഞു പോയപ്പോൾ അത് പകരം വെക്കുന്നതിന് സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്, ശരിയാണ്. പക്ഷേ സാധാരണക്കാരന് വീടിനടുത്ത് ചികിത്സയുണ്ടേ, സാധാരണക്കാരന് വിദ്യാലയമുണ്ടേ. അംഗനവാടിയിൽ മുട്ടയും പാലും കൊടുക്കാൻ തുടങ്ങിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഓരോ മേഖലയിലും വന്ന മാറ്റം ജനങ്ങൾ കാണുന്നില്ലേ? ഇപ്പം ദേശീയപാതയും മലയോര പാതയും തീരദേശപാതയും അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊന്നും വേണ്ട എന്നാണ് UDF പറഞ്ഞത്. പക്ഷേ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാം, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും റോഡ് നന്നാക്കാൻ ബാക്കിയുണ്ടോ? ഞങ്ങളെ വീടുകളിൽ ചെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഏതാണ്ട് 80% റോഡുകൾ പൂർത്തിയായി, ഒരു 20% കൂടെ കാണും. ഞങ്ങൾക്കൊരവസരം തന്നാൽ എല്ലാവർക്കും വീടുള്ള കേരളമാക്കും. ഇപ്പോൾ ഇതാ ഒരു 64,006 പേരെ കണ്ടെത്തിയിട്ട് അതിദാരിദ്ര്യം ഇല്ലാതാക്കി. ഒരു 5 കൊല്ലം കൂടെ തന്നാൽ ദാരിദ്ര്യമേ ഇല്ലാത്തൊരു കേരളം ഉണ്ടാക്കാം. നമ്മുടെ പിങ്ക് കാർഡും മഞ്ഞക്കാർഡും ഉള്ളവർക്ക് വരുമാനം ഇരട്ടിയാക്കാം. ഞങ്ങളുടെ പദ്ധതി അതാണ്. ഇതിനോട് മത്സരിക്കാൻ കേരളത്തിൽ ബദലുണ്ടാകും. ഇപ്പോൾ കേരളത്തിൽ നിക്ഷേപ സൗഹൃദം ഈയിടെയും അക്കാര്യത്തിൽ നമുക്ക് വന്നു. ദേശീയാടിസ്ഥാനത്തിൽ കേരളത്തിന് വീണ്ടും അംഗീകാരം ആവർത്തിക്കപ്പെട്ടു. നിക്ഷേപകർ വരികയാണ്, പുതിയ നിക്ഷേപങ്ങൾ വരികയാണ്. കേരളം നിക്ഷേപത്തിന് ഏറ്റവും നല്ല സ്ഥലം. ഞാനിതൊരു കുട്ടിയോട് ചോദിച്ചു, 17 വയസ്സായി. ലോഡ് ഷെഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാവും? ഒരു മീറ്റിങ്ങിൽ ഇന്നിപ്പോൾ ഉണ്ടായ തൃക്കുടത്താനത്ത് വെച്ച് ആ കുട്ടിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. എവിടെയാണ് ഇൻ്റർനെറ്റ് ഇല്ലാത്തത്? ഫോണിൻ്റെ ഗുണം കിട്ടുന്ന ഒരു നാട് കേരളമല്ലേ? അത് വികസിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളല്ലേ കേരളത്തിൽ? വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ഞങ്ങൾ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ജോലി വാങ്ങിച്ചു തരാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നു. നിങ്ങൾ +2 പാസ്സായി, അല്ലെങ്കിൽ പോളിടെക്നിക് പാസ്സായി, ഡിഗ്രി പാസ്സായി, ഒരു 1000 രൂപ നിങ്ങൾക്ക് മാസം തരും. ഒരു ലിങ്കിങ് കോഴ്സ് പഠിക്കുക, നിങ്ങൾക്ക് സർക്കാർ ജോലി വാങ്ങിച്ചു തരും. 35-നും 60-നും വയസ്സിടക്കുള്ള വീട്ടമ്മമാർക്ക് വേറെ വരുമാനം ഇല്ലെങ്കിൽ 35 ലക്ഷം പേർക്ക് ഒരു 1000 രൂപ വെച്ച് അവരുടെ അഭിമാനം ഉയരുകയല്ലേ? ഈ കുടുംബശ്രീ വന്നേ പിന്നെ സ്ത്രീ പദവി ഉയർന്നോ താന്നോ? അവനവൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ എങ്ങനെ വളരുന്നു നോക്കൂ, അവരുടെ സ്വാഭിമാനം നോക്കൂ, അവരുടെ സ്വാശ്രയത്വം നോക്കൂ, കേരളത്തിലെ കുട്ടികളുടെ വളർച്ചാ നിലവാരം നോക്കൂ. എന്താണ് ഞങ്ങളുടെ പിഴ? എന്താണ് ഞങ്ങളുടെ തെറ്റ്? എന്താ ഞങ്ങളുടെ പശക്? ശരി, അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസവുമായിട്ടാണ് ലോക്കൽ തെരഞ്ഞെടുപ്പിലേക്ക് സർക്കാർ പോകുന്നത്, CPM പോകുന്നതെന്നാണ് അനിൽകുമാർ താങ്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാം, ഇന്ത്യയുടെ സ്വഭാവം അറിയാം. ഇന്ത്യയുടെ സ്വഭാവം എന്ന് പറയുന്നത് വിശ്വാസബന്ധിതമായിട്ടുള്ള ഒന്നാണ്. നേരത്തെ സംസാരിക്കുമ്പോൾ VR അനൂപ് പറയുന്നു, കേരളത്തിലെ ഒരു ലോക്കൽ തലത്തിലെ 10 വീടെടുത്താൽ അതിൽ ഒരു വീട്ടിലെങ്കിലും ശബരിമലയിൽ പോകുന്ന ഒരാളുണ്ടാവും. ശബരിമല കേരളത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വൈകാരിക ബന്ധിതമായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ശബരിമല നമുക്കറിയാം സൗത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻ്ററാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാകില്ല എന്നാര് പറഞ്ഞു എന്നാണ് ഒരു ചോദ്യം. ഒന്ന്, ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ആളുകളുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്താ ഫീലിംഗ്? കോൺഗ്രസ് ശക്തിപ്പെട്ടാലേ BJP തടയാനാവും. 100 സീറ്റ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയായിട്ട് കിട്ടി. 240 മൊത്തം വന്നു, 100 സീറ്റ് കോൺഗ്രസ്സിന്. കോൺഗ്രസ് ഉയരുന്നതായിട്ടാണ് കണ്ടത്. ഒരു പ്രത്യാശ കോൺഗ്രസ്സിനുണ്ടായി. ആ പ്രത്യാശ 2 കൊല്ലം കൊണ്ട് തലകുത്തി താഴെ വീണു. ബീഹാരെ കണ്ടില്ലേ? ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റുപോയി, മഹാരാഷ്ട്രത്തിൽ തോറ്റുപോയി. ഡൽഹിയിലാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിനെ കൊല ചെയ്ത് കോൺഗ്രസ്സുകാർ BJPയുടെ കയ്യിൽ കെജ്രിവാളിൻ്റെ തല വെട്ടി കയ്യിലോട്ട് വെച്ച് കൊടുത്തു. ഒറ്റുകാരായി കോൺഗ്രസ്. BJPയുടെ മുമ്പിൽ ഒറ്റുകാരായി കോൺഗ്രസ്. ഈ ഒറ്റുകാരായ കോൺഗ്രസിനെ ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയം സ്വീകരിക്കുമോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് മുസ്ലിം വിരോധികളാണെന്നോ അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടയിലേക്ക് പോയെന്നൊരു പ്രചരണം ശക്തിപ്പെട്ടു. അതൊരു നറേറ്റീവാണ്. ഞങ്ങളതിൽ കുലുങ്ങിയില്ല. ഇപ്പം ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ 2026 മെയ് മാസം 26 കഴിഞ്ഞാൽ മതന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ അനുഭവിക്കുന്ന സ്വസ്ഥത, ആ സ്വസ്ഥത എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉത്തരേന്ത്യയിൽ ഒരു ഘോഷയാത്ര നടക്കുമ്പോൾ മുസ്ലിം ആരാധനാലയങ്ങളെല്ലാം മൂടണം, പടുതയിട്ട് മൂടണം. അപമാനമാണ്. ഈ അപമാനമില്ലാത്തൊരു കേരളമുണ്ട്. അത് വേണോ വേണ്ടയോ? വേണമെങ്കിൽ ഇടതുപക്ഷമുള്ളൂ നിങ്ങളുടെ കയ്യിൽ. ഈ തമ്മിലടിക്കുന്ന കോൺഗ്രസിൻ്റെ കൊടുത്താലോ? തമ്മിലടിക്കുന്ന കോൺഗ്രസിൻ്റെ കൊടുത്താൽ പകുതി അങ്ങോട്ട് കൊണ്ടുപോകും, പകുതി BJPക്കാർ വാരിക്കൊണ്ടുപോകും. കേരളം BJP വിഴുങ്ങും. കേരളം കടലെടുക്കുന്നതിനേക്കാൾ അപകടമാണ് കേരളം BJP വിഴുങ്ങുന്നത്. കേരളം കടലെടുക്കുന്നത് പോലെ BJPക്ക് വിഴുങ്ങാൻ ഭിന്നിച്ചു നിൽക്കുന്നൊരു കോൺഗ്രസിനാവില്ല. 2016 വരെയുള്ള കാലം, കോമ്രേഡ്, 2016 വരെയുള്ള കാലം മാറി മാറിയല്ലേ ഭരിച്ചത്?
എന്നിട്ട് കേരളത്തിലാകമാനം പള്ളികൾ തകർക്കുകയും ഈ പറയുന്ന വിദ്വേഷ റാലികൾ നടക്കുകയും ചെയ്തില്ല. കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവത്തിന്റെ ഭാഗം കൂടിയല്ലേ അത്? അവിടുത്തെ ഒരു മാറ്റം വന്നു. അവിടുത്തെ ഒരു മാറ്റം വന്നത് എന്താണ്? 2014 അധികാരത്തിൽ വന്ന മോദിയുടെ ഗവൺമെൻറ് 11 കൊല്ലമായി. ആ 11 കൊല്ലമായ ഗവൺമെൻറ് നവഫാസിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വന്നപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ചെറിയ കാര്യമല്ല. എത്ര സംസ്ഥാന ഗവൺമെന്റുകൾ ബാക്കി. ശരി, അപ്പോൾ അതുകൊണ്ട് കേരളത്തെ മതനിരപേക്ഷമായി നിലനിർത്തുന്നതിൽ LDFന്റെ രാഷ്ട്രീയ ഉള്ളടക്കം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് ജനങ്ങൾക്കറിയാമെന്നാണ്. അപ്പോൾ ഈ ചോദ്യം അവിടെ നിൽക്കുകയാണ്. LDFന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെക്കുറിച്ച് ജനങ്ങൾക്കറിയാം, അതിനെ ജനങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ശബരിമലയിൽ ഒരു ഘട്ടത്തിലുണ്ടായിട്ടുള്ള വലിയ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള പരിക്ക് പാർട്ടിക്ക് അറിയാത്തതല്ലല്ലോ. അത് പരിഹരിക്കാൻ പാർട്ടി നടത്തിയിട്ടുള്ള എക്സസൈസ് എന്താണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് പരിഹരിക്കാനാണ് ഏറ്റവും അവസാനം വരെ നടത്തുന്നത്. നിങ്ങൾ നിശ്ചയിച്ചാലും ഇല്ലെങ്കിൽ അയ്യപ്പ സംഗമം നടത്തുന്നതും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന അസാധാരണ ചിത്രങ്ങളെല്ലാം സംഭവിക്കുന്നതിന് പിന്നിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അകലത്തിന്റെ അവസാനത്തെ പരിക്കും പരിഹരിക്കാമെന്ന ഉദ്ദേശം അതിനകത്തുണ്ടല്ലോ. അപ്പം നിങ്ങൾ അതിനെ കാണുന്നുണ്ട്, അതിലെ കുഴപ്പം കാണുന്നുണ്ട്. അപ്പോഴാണ് പത്മകുമാർ അകത്തു പോകുന്നത്. അത് പരിഹരിക്കപ്പെടും, അതിനപ്പുറം ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ വാല്യൂ ചെയ്യപ്പെടുന്നതാണെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾ സമീപചരിത്രത്തിൽ ചെയ്ത കാര്യങ്ങളുമായിട്ട് അത് മാറ്റാവുന്നില്ല. മറുപടി പറയാം. ഒന്നാമത്തെ കാര്യം, 2019 അവിടെ ഒരു മോഷണം ഉണ്ടായി. നമ്മളൊന്നും പരിചയമില്ലാത്തൊരു മോഷണമാണ്. എങ്ങനെ മോഷണം നടക്കുന്നത്? അതിൻ്റെ കസ്റ്റോഡിയന്മാർ തന്നെയാണ് ആ മോഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു ശാസ്ത്രീയ രീതിയിലാണ്. കാരണം അവിടെ ഒരു ചെമ്പുപാടുകൾ സ്വർണം പൂശുകയോ ക്ലാഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഇതിലിങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമ്മുടെ തലയിൽ കയറുന്നത്. അത് തിരിച്ചറിഞ്ഞ പോറ്റിയും അതിനോട് സഹായകരമായി പ്രവർത്തിച്ചവരും ഇപ്പം ജയിലിലാണ്. എന്താ ഞങ്ങളുടെ പോയിന്റ്? ഞങ്ങളിപ്പോൾ അന്വേഷണ ഏജൻസിക്ക് പിന്തുണ കൊടുക്കുകയാണ്. അന്വേഷണ ഏജൻസിയെ ദുർബലപ്പെടുത്തുന്നൊരു വാദവും CPM-നില്ല. അന്വേഷണ ഏജൻസി ചെയ്യുന്നതല്ല ഇപ്പം ശരി. അതിന് കാരണം എന്താണ്? അവർക്ക് പിന്തുണ കൊടുത്ത് മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരലാണ് ഞങ്ങളുടെ ദൗത്യം, ഭരിക്കുന്നവരുടെ ദൗത്യം. 2, അതിൻ്റെ അറ്റത്ത് ഏതൊരു പാർട്ടി നേതാവ് ഉണ്ടെങ്കിലും ദേവസ്വം ബോർഡ് ഭാരവാഹി ഉണ്ടെങ്കിലും ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? ഞങ്ങൾ അത് AI ആണ് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല. ഗോവിന്ദൻ മാഷ് തള്ളിപ്പറഞ്ഞാൽ ഉടനെ ഷാഫി പറമ്പിൽ ഇറങ്ങി സതീശനെതിരായിട്ട് ഇറങ്ങി തിരിച്ച പോലെ ഞങ്ങളാരും ഇറങ്ങി തിരിക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി അഴിമതി നടത്തിയ അല്ലെങ്കിൽ മോഷണത്തിന് കൂട്ടുന്ന ഏതൊരു അധികാരിയാണെങ്കിലും അവരെ പാർട്ടിപരമായിട്ടും നിയമപരമായിട്ടും കയ്യാമം വെക്കുന്ന തരത്തിലും നടപടിയെടുക്കുന്ന തരത്തിലും പാർട്ടി ഒറ്റക്കെട്ടാണ്. ഒരു സംഭവത്തിലൂടെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങൾ വിലയിരുത്തുക, അവരുടെ സുപരിക്ഷിത ജീവിതാനുഭവങ്ങളിലൂടെയാണ്. അതിൽ ഞങ്ങൾ നിയോഗിച്ച ആളുകൾക്ക് തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് തുറന്നു പറയാൻ മടിയില്ലാത്തവരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ ബോധ്യം എന്താണ്? കേരളത്തിൻ്റെ ബോധ്യം എന്താണ്? 9.5 കൊല്ലമായിട്ട് ഈ സർക്കാരിലെ ഒരു മന്ത്രിയും പ്രതിക്കൂട്ടിലല്ല. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ അഴിമതി രാഹിത്യം ഇവയെല്ലാം ഗുണം ചെയ്യാൻ പോകുന്നു എന്നാണ് അതിനകത്ത് CPM കാണുന്ന കാര്യം. അതിനെ മറികടക്കാൻ കഴിയുമെന്ന് ശ്രീ ഷാബു പ്രസാദ്, ഈ തെരഞ്ഞെടുപ്പിലൂടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ടീമും വിചാരിക്കുന്നുണ്ട്. താങ്കൾ പുറത്തുനിന്ന് കാണുന്നത് എങ്ങനെയാണ്? വികസിത കേരളം എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ടീം മുന്നോട്ട് വെക്കുന്ന ഹാഷ്ടാഗ്. അതാണ് വികസിത കേരളം എന്ന് പറയുമ്പോൾ കേരളം ഇപ്പോഴും വികസനത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പിറകിലാണ്. ഞങ്ങൾ തരാം ഒരു വികസന മോഡൽ, ഞങ്ങൾ തരാം ഒരു വികസിത കേരളം എന്നാണല്ലോ അവർ മുന്നോട്ട് വെക്കുന്ന ഐഡിയ. അപ്പോൾ ആൾക്കാർ ആലോചിക്കില്ലേ ഷാബു പ്രസാദ്, ഈ വികസിത കേരളം എന്ന് ഇവർ പറയുന്നു, ഇവർ ഈ വികസിതയുടെ കൂടെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് അങ്ങനെ വികസിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ കേരളത്തിന് മുമ്പിലേക്ക് വെക്കാൻ വല്ല ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ ഇവരുടെ കയ്യിലുണ്ടോ? ഇവരുടെ കയ്യിൽ സമ്പൂർണ്ണ അധികാരം ഈ പറയുന്ന പഞ്ചായത്തിലും സ്റ്റേറ്റിലും എല്ലാം കിട്ടിയിട്ട് ഇവർ കേരളത്തേക്കാൾ നന്നാക്കിയിട്ടുള്ള വേറെ വല്ല നാടും ഉണ്ടോ? അതൊക്കെ നോക്കിയിട്ടായിരിക്കില്ലേ വികസിത കേരളം എന്ന ഹാഷ്ടാഗിന് ജനം ഓഡിറ്റ് ചെയ്യുക. അവിടെ BJPക്ക് വല്ല ഹോപ്പും ഉണ്ടോ ശ്രീ ഷാബു പ്രസാദ്? ഏതാണ്ടൊരു നമുക്കൊക്കെ ഓർമ്മയുള്ള കാലം തന്നെ, വലിയ ചരിത്രത്തിലധികം പുറകിലൊന്നും അല്ലാത്തൊരു കാലത്ത് വരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഈ BJP സ്ഥാനാർത്ഥികളെ കിട്ടാൻ തന്നെ പ്രയാസമായി. അതായത് BJP അനുഭാവികൾ ഏതെങ്കിലും BJPയുടെ ഓഫീസിന്റെ പരിസരത്തൂടെ പോയി കഴിഞ്ഞാൽ ആ പരിസരത്തൂടെ ഓടിച്ചിട്ട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു ഈ കേരളത്തിൽ. സമീപകാലത്ത് വരെ ഉണ്ട്. സ്ഥാനാർത്ഥികളെ പോലും നിൽക്കാൻ സ്ഥാനാർത്ഥികളെ കിട്ടാൻ പ്രയാസം. അവിടെ നിന്ന് ഇപ്പോൾ വളരെ സജീവമായിട്ട് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാനതിനെ ഒരു നല്ല കാര്യമായിട്ട് എടുക്കുന്നില്ല എങ്കിൽ പോലും പലയിടത്തും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് BJPക്കുള്ളിൽ മത്സരം നടക്കുന്നു. വലിയ ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു വളർച്ചയുടെ സൂചനയായിട്ട് കൂടിയാണ് ഞാൻ അതിനെ കാണുന്നത്.
പിന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 100% പൊളിറ്റിക്കൽ അല്ല. അതിൻ്റെ അകത്ത് ഒന്നാമത് ഹൈലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പാണിത്. അപ്പം ഈ സ്ഥാനാർത്ഥികളെ വോട്ട് ചോദിക്കാൻ വരുന്നവരെയൊക്കെ നമുക്ക് ദിവസേന മുഖപരിചയമുള്ളവർ മിക്കവാറും പല സ്ഥലങ്ങളിലും, കാര്യം വളരെ ചെറിയ ഒരു ഏരിയയിലാണ്, ഒരു വാർഡെന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് മിക്കവാറും സ്ഥാനാർത്ഥികളെ, എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെ നന്നായിട്ട് തന്നെ നേരിട്ടറിയാവുന്നതാണ്. അതേസമയം ഇപ്പം അസംബ്ലി തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% പൊളിറ്റിക്കലായിട്ട് തന്നെയാണ്. ഇവിടെ ആ പൊളിറ്റിക്കലാണ്. ഒരു 60-70% പൊളിറ്റിക്കലും ഒരു 30% നോൺ പൊളിറ്റിക്കൽ ഈ പേഴ്സണൽ ആയിട്ടുള്ള ആ സ്വാധീനം കൂടെ ഇതിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എവിടെ നോക്കിയാലും ഇപ്പൊ കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ആയാലും, LDF ആയാലും ശരി, UDF ആയാലും ശരി, ഇവർ രണ്ടുപേരും പ്രധാന ശത്രുവായിട്ട്, പ്രധാന എതിരാളിയായിട്ട് എവിടെ ചെന്നാലും ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് BJP. അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ പോലും ഉത്തരേന്ത്യയിലെ, UP-യിലെ വശു മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള ഒരു ലോക്കൽ വാർഡിൽ പോലും ഇവർ BJP-യെ എതിർക്കുന്നത്. ഓക്കെ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പം നിലവിലുള്ള കാര്യം തന്നെ ആലോചിച്ചു. കേരളത്തിൽ ഇത്രയും മുനിസിപ്പാലിറ്റികളുള്ളതിൽ 2 മുനിസിപ്പാലിറ്റിയാണ് BJP ഭരിക്കുന്നത് ഉള്ളത്. കഴിഞ്ഞ തവണ ജയിച്ചത് എത്ര വാർഡുകളിൽ ജയിച്ചു? ഇപ്പം തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ മുഖ്യ പ്രതിപക്ഷമാണ്. ഇപ്പം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ BJP വളരെ 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 ദുർബലമാണ്. പക്ഷെ ഇവരെന്തുകൊണ്ട് BJP ഇത്രയധികം ശക്തമായി എതിർക്കുന്നു? BJP ഇവരുടെ അവകാശവാദങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ BJP ഇവിടെ ഒരു നെഗ്ലക്റ്റ് ചെയ്യേണ്ട ഒരു ശക്തി മാത്രമാണ്. ഇവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പക്ഷെ ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ശക്തമായി BJP എതിർക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം BJP ഇവർ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും BJP-യെ ശക്തമായ ഒരു രാഷ്ട്രീയ എതിരാളിയായിട്ട് ഇവർ രണ്ടു കൂട്ടരും കാണുന്നു എന്ന് തന്നെയാണ്. ശരി. അല്ല ഷാബു, BJP-യുടെ പ്രതീക്ഷയുടെ കീ ഫാക്ടർ എന്താണ്? ഇത് ജനങ്ങളും കാണുന്നുണ്ട്. BJP-യുടെ പ്രതീക്ഷയുടെ കീ ഫാക്ടർ എന്താണ്? BJP ഡെവലപ്മെന്റ് പോളിസിയാണോ? അതെനിക്ക് സംശയമാണ്. അതിനപ്പുറം BJP-ക്ക് വളരാൻ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന വഴികൾ ഏതാണെന്ന് താങ്കൾ കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഇപ്പൊ ഈ ഡെവലപ്മെന്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സമഗ്രമായ ഒരു ഡെവലപ്മെന്റ് പോളിസി എന്ന് പറയുന്നത് എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം സംസ്ഥാന ഭരണത്തെ നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. കാര്യം ഒരു സംസ്ഥാന ഭരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള സമഗ്രമായ ഈ ഡെവലപ്മെന്റ് പോളിസിയൊക്കെ ജനങ്ങൾ സീരിയസ് ആയിട്ട് ചർച്ചാ വിഷയം, ജനങ്ങളുടെ സീരിയസ് ആയിട്ട് ചർച്ചാ വിഷയമാവുക. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. ഇപ്പൊ അനിൽകുമാർ പറഞ്ഞു ഏത് റോഡാണ് കേരളത്തിൽ നന്നാക്കാൻ ബാക്കിയുള്ളത്. അനിൽകുമാർ ഇപ്പതേ കോഴിക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പതേ എന്റെ വീട്ടിന്റെ പുറത്തേക്ക് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ താമസിക്കുന്ന ഈ കോളനിക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ 1.5 കിലോമീറ്റർ ചുറ്റുവളഞ്ഞ് പോകണം. 3 മാസമായി ഇവിടെ റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിട്ട്. എന്റെ ഇവിടെ തൊട്ടടുത്ത് മീഡിയ വണ്ണിന്റെ സ്റ്റുഡിയോയ്ക്ക് അടുത്താണ് എന്റെ വീട്. ഇവിടെ നിങ്ങൾ വണ്ടി അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകം മുഴുവൻ കറങ്ങി വേണം ഇപ്പൊ ഇങ്ങോട്ട് വരാൻ. അപ്പം ഈ അവകാശവാദങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അങ്ങനെ നോക്കാം. പിന്നെ എന്ത് തെറ്റാണ് CPM ചെയ്തത് എന്നാണല്ലോ അദ്ദേഹം ചോദിക്കുന്നത്. അനിൽകുമാറെ, CPM ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് പറ്റിയത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. അത്രയേ ഉള്ളൂ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. CPM ഒരു തെറ്റ്, കാര്യം അവരവരുടെ ഇപ്പൊ കൊതുകിന് ചോര കുടിക്കാനേ അറിയുള്ളൂ. അത് കൊതുകിന്റെ തെറ്റല്ല, കൊതുകിന്റെ സ്വഭാവമാണ്. ഇത് അതേപോലെ തന്നെ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന ഒരു തെറ്റേ ഈ നാട്ടുകാർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങളുടെ തെറ്റല്ല, നാട്ടുകാരുടെ തെറ്റാണ്. അത്രയേ ഉള്ളൂ. ഞാൻ അതിലെങ്ങനെ കാണുന്നുള്ളൂ. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളുടെ തനിക്കുണം കാണിക്കുന്നു, നിങ്ങളുടെ സ്വഭാവം കൊള്ളയടിക്കുക, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, മോഷ്ടിക്കുക, പിൻവാതിൽ നിയമനം, അതൊക്കെ നിങ്ങളുടെ ആ തനി സ്വഭാവമാണ്. അത് നിങ്ങൾ കാണിക്കുന്നത്. നമുക്ക് എന്ത് തെറ്റ് പറയാൻ പറ്റുമോ? അത് കൊതുകിനോട് കടിക്കുക, ചോര കുടിക്കരുത് കൊതുകിന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. ശരി. അല്ല, ആ വിമർശനം താങ്കൾ CPM ബാക്കി വെച്ചിരിക്കുകയാണ്. ഞാനൊന്ന് വരാമേ ഒരു സെക്കൻഡ്. അല്ല, സജീവൻ, ഇപ്പം BJP-യെ കുറിച്ച് പറയുമ്പോൾ BJP ദേശീയ തലത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? ഡെവലപ്മെന്റ് മോഡൽ ശരിയായിട്ട് വേറെ മുന്നോട്ട് വെക്കാനുണ്ടോ? അതിനകത്ത് തമ്മിലടിയല്ലേ? ആ ചോദ്യമൊക്കെ ചോദിക്കാം. പക്ഷേ BJP കാണുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലല്ലോ. നമ്മൾ കേരളത്തിൻ്റെ പൊതുസ്വഭാവം എടുത്തു വെച്ച് നോക്കൂ. BJP-ക്ക് വളരാൻ കഴിയുന്ന ഓൾറെഡി അവർക്ക് മെച്ചപ്പെട്ട വോട്ട് വിഹിതം ഇപ്പം തന്നെ അവർ കയ്യിൽ വെച്ചിരിക്കുകയാണ്.
അവർക്ക് സീറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളേ ഉള്ളൂ. വോട്ടിൻ്റെ ശതമാനവും കണക്കും എടുത്ത് നോക്കിയാൽ അവർക്ക് ഇനിയും വലിയ പ്രതീക്ഷ വെച്ച് വളർത്താൻ പറ്റും. രണ്ടതാ ശബരിമല പരമാവധി കത്തിക്കാൻ BJP ശ്രമിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ നടന്നു പറയുന്ന ഈ വർഗീയതയുടെ ഒരു ഗുണഭോക്താവ് BJP ആണ്. CPM മാത്രമല്ല, നമ്മൾ ആലോചിക്കണം. കാരണം അത് ആളുകളെ ഏത് സ്വഭാവത്തിലേക്കാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ പിന്നെ ഏതാണെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. സോ BJPക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന പല ഘടകങ്ങൾ സത്യത്തിൽ കേരളത്തിൽ ഇപ്പം ഇല്ലേ? BJP എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന പോലെ തന്നെ കേരളത്തിലും പരീക്ഷിച്ച് കുറേയൊക്കെ വിജയിപ്പിച്ച ഒരു കാര്യം വർഗീയതയെ പരമാവധി പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. നേരത്തെ 4% വോട്ട് ഷാബു പ്രസാദ് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ നിയമസഭയിലെ ആണെങ്കിൽ പോലും സ്ഥാനാർത്ഥിയെ കിട്ടാത്തൊരവസ്ഥയുണ്ട്. കാരണം 4%, 5% വോട്ടൊക്കെയാണ് ഓരോ സ്ഥലത്തും BJPക്ക് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അവർ വോട്ട് വർദ്ധിപ്പിച്ച എങ്ങനെയാണ്? അവർ വികസന പ്രഖ്യാപനം നടത്തിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ വന്നാൽ തേനും പാലും ഒഴുക്കാന്ന് പറഞ്ഞിട്ടോ അല്ല. ഇവിടെ പരമാവധി വർഗീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കിയിട്ടാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പം UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP എതിർക്കുന്നത്. എന്തുകൊണ്ടാണ്? BJP ഈ ഒരു ജനങ്ങൾക്കിടയിൽ, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പരമാവധി ഈ ശത്രുത, വർഗീയമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള ശത്രുത ഉണ്ടാക്കുന്നു. ആ ശത്രുതയാണ് അവർ ഇത്ര 30-32% പലയിടത്തും അവർക്ക് വോട്ട് ഷെയർ ഉണ്ട്. അപ്പോൾ ഈ 25-26 വോട്ട് ഷെയർ കിട്ടുന്നൊരവസ്ഥയിലേക്ക് അവരെത്തിയത് ഇതുകൊണ്ടാണ്. അതിനെ പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് LDF ആണെങ്കിലും UDF ആണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ നടത്തിയ വികസന കാര്യം, ഇപ്പം അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും എന്നുള്ള കാര്യത്തിന് ഒരു കാര്യം നോക്കേണ്ടത് ഏറ്റവും ഒടുവിൽ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവിടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ പോയിട്ട് അവിടുത്തെ കുറച്ചു കാലമായിട്ട് നിതീഷ് കുമാറിൻ്റെയും BJPയുടെയും നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മളിപ്പം പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ കക്കൂസ് ഇല്ലാത്തൊരു വീടുമില്ല, ശുചിമുറി ഇല്ലാത്തൊരു വീടുമില്ല എന്നുള്ളൂ. അവിടെ ശുചിമുറി ഇല്ലാത്ത വീടുകളുടെ എത്രയോ കഥകൾ നമ്മുടെ ഇവിടെ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അവിടെ പോയിട്ട് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ പോയിട്ട് കാണുമ്പോൾ അവിടെ ഒരു അവസ്ഥയുമില്ല. ഇതേപോലെയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദാരിദ്ര്യം? കേരളം എന്തായാലും അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടല്ലോ. അതിന് കണക്കുകളൊക്കെ എന്തായാലും എനിക്കറിയാം. ഞാൻ നിൽക്കുന്ന വാർഡിൽ എത്രമാത്രം കഠിനമായ രൂപത്തിൽ ദാരിദ്ര്യമുണ്ടായിരുന്ന ആളുകൾ അതിൽ നിന്ന് കരകയറുന്നൊരവസ്ഥയിലേക്ക്, അവർക്ക് മരുന്ന് കിട്ടുന്നൊരവസ്ഥയിലേക്ക്, അവർക്ക് ഭക്ഷണം കിട്ടുന്നൊരവസ്ഥയിലേക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതേപോലെ BJP കുറേ കാലമായിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവിടെ നിന്ന് നടപ്പാക്കിയില്ല. BJP ഇപ്പോഴും ചെയ്യുന്നത് ഇതാണ്. അതിനവർക്ക് കിട്ടിയിരുന്ന ഒരു വടിക്ക് നേരത്തെ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടും ആ സമയം മുതൽ കിട്ടിയിരുന്ന ഒരു വടി ശബരിമലയാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശം. പക്ഷേ അത് അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യം നമുക്കറിയാം. ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ച് പരമാവധി മുതലെടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി സംഭവിച്ച്? അവർക്ക് കിട്ടിയില്ല. രാഹുൽ ഗാന്ധിയുടെ ഇവിടെയുള്ള രംഗപ്രവേശം BJP ഭരണം ഉണ്ടാവാൻ പാടില്ല എന്ന ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെയും മതേതര മനസ്സുകളുടെയും ഒരു കാര്യം കൊണ്ടാണ് സത്യത്തിൽ അന്ന് UDFന് അനുകൂലമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് വലിയൊരു വോട്ട് പോയത്. പിന്നെ ശബരിമല പ്രശ്നമുണ്ട്. ശബരിമല ഈ LDF ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തമായിരുന്നു അത്. അതിനുശേഷമുള്ള ഇപ്പോഴത്തെ പ്രശ്നമുണ്ട്. അത് ഈ ശബരിമല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായിട്ടും അത് കഴിഞ്ഞ് 20 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി എന്തായിരുന്നു? അപ്പോഴും BJPക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കില്ല. ഷാബു പ്രസാദ് പറഞ്ഞ പോലെ വെറും 2 മുനിസിപ്പാലിറ്റികളിൽ മാത്രം അവർ ഭരണം കിട്ടുന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ആ സുവർണാവസരം ഉപയോഗിക്കാൻ അവർക്ക് പറ്റിയില്ല. ഇപ്പോഴത്തെ കാര്യം ശബരിമലയിൽ നമുക്കറിയാം. ഈ ഏറ്റവും കൂടുതൽ പത്മകുമാർ വരെയുള്ള എത്തി നിൽക്കുന്ന ഈ അഴിമതിയുടെ പ്രശ്നം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അത് നമ്മൾ 2020 ഉണ്ടാക്കാൻ BJPക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാര്യം എങ്ങനെയാണ് ഇനി ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ചോദ്യമുണ്ട്. അവർക്കിതിൽ നേട്ടമുണ്ടാക്കാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പോൾ CPM എടുത്തിട്ടുള്ള നിലപാട്, അവർ ഇവിടെ കിറ്റ് കൊടുക്കുന്നു. നിതീഷ് കുമാർ എങ്ങനെയാണോ ബീഹാറിൽ വോട്ട് പിടിച്ചിട്ടുള്ളത് അതേപോലെ സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുന്നു. സ്ത്രീകൾക്ക് ഇപ്പോഴും ആളുകൾ അതിനുവേണ്ടി ഫോമിന് വേണ്ടി നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു നേട്ടമുണ്ടാക്കാവുന്ന കാര്യമാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തിരിച്ചടി, ആ തിരിച്ചടിയുടെ നേട്ടം ആരുണ്ടാക്കും? BJP ഉണ്ടാക്കുമോ അല്ലെങ്കിൽ UDF ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ഇത് നോക്കണം. അത് തിരിച്ചടിയുടെ കുറേ ഭാഗം ഇല്ല എന്നുള്ള കാര്യം അനിൽകുമാർ എങ്ങനെ പറഞ്ഞാലും
അതുണ്ട്. അത് പ്രവർത്തിക്കുമെന്ന് വിചാരിക്കാൻ ന്യായങ്ങളുണ്ട്. പക്ഷെ അത് എങ്ങനെ പ്രവർത്തിക്കും, എത്ര അളവിൽ പ്രവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ് അവിടെ ഉള്ളത്. ഇതിലേക്ക് വീണ്ടും അനൂപ് ആർ, ഇതിനകത്ത് നോക്കൂ, ഈ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാകെ ചൂണ്ടിക്കാണിക്കുകയാണ് അനിൽകുമാർ. അതിനപ്പുറമാണ് ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചിട്ടുള്ള വെൽഫെയർ സ്കീംസ്. അതെല്ലാം വർക്കാവാൻ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തുടർച്ച ഉറപ്പാക്കാൻ ജനങ്ങൾ LDFന് വോട്ട് ചെയ്യണം എന്ന് ആലോചിക്കില്ലേ അടിസ്ഥാന വർഗത്തിലെ മനുഷ്യർ? കാരണം ഓൾറെഡി അവർക്ക് ആ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഗ്രാജ്വലായിട്ടുള്ള വർധന ഉറപ്പാക്കാൻ LDFന് പറ്റുന്നുണ്ട്. സമീപകാലത്തെ കേരളത്തിൻ്റെ അനുഭവം ഇത്തരം സ്കീംസ് എല്ലാം ഗുണം ചെയ്യും രാഷ്ട്രീയമായി എന്നാണെന്ന് നമുക്കറിയാം. രണ്ടാമത് നമ്മൾ നോക്കൂ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല സ്റ്റേറ്റ്സും എടുക്കൂ, ബീഹാർ എടുക്കൂ, മഹാരാഷ്ട്ര എടുക്കൂ, അവിടെയെല്ലാം ഈ കൊണ്ടുവന്നിരിക്കുന്ന വെൽഫെയർ സ്കീംസ് വലിയ തോതിൽ ഇലക്ഷനെ സ്വാധീനിച്ചു എന്നാണ് ചരിത്രം. അങ്ങനെ ഇരിക്കെ ഇതൊന്നും ഗുണം ചെയ്യില്ല, അതിന് മേലെ കൂടി വേറെ എന്തൊക്കെയോ ഫാക്ടർ പ്രവർത്തിക്കാനിരിക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ ഒരു അതിവിചാരമായി പോകില്ലേ അത്? ഒരിക്കലുമല്ല നിഷാദെ, അതിലേക്ക് ഞാൻ വരാം, ഒന്നൊന്നായി അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഇവിടെ ബഹുമാന്യനായ അനിൽകുമാർ പറഞ്ഞത് അങ്ങ് കേട്ടില്ലേ? എന്താ അദ്ദേഹം പറയുന്നത്? ഞങ്ങൾ CPM ഉള്ളത് കൊണ്ടല്ലേ മതന്യൂനപക്ഷങ്ങൾ ഇവിടെ മനസ്സമാധാനത്തോടുകൂടി കഴിയുന്നത്. കുറെ കാലമായി ഇവർ പറയുന്നതല്ലേ ഇത്? ഇവർ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കില്ല. എന്താണ് യാഥാർത്ഥ്യം? ഇവിടെ മതന്യൂനപക്ഷങ്ങൾ അങ്ങനെ കഴിയുന്നതിന്, സംഘപരിവാറിനെ അടിച്ചമർത്താതിരിക്കാനുള്ള കാരണം എന്താണ്? കേരളത്തിലെ പ്രത്യേക സാമൂഹിക സാഹചര്യമല്ലേ? ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ ആരുടെയെങ്കിലും, ഞങ്ങളുടേതടക്കം, രക്ഷാകർത്തൃത്വം ആവശ്യമുണ്ടോ? ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും ശാക്തീകരിക്കപ്പെട്ട വിഭാഗങ്ങളാണെന്നേ. അവരിൽ നിന്ന് ഡോക്ടർമാർ, എഞ്ചിനീയർമാരുണ്ട്, ഒരു വലിയ ബിസിനസ്സുകാരുണ്ട്, അവർ പത്രമാധ്യമങ്ങൾ നടത്തുന്നുണ്ട്, ദൃശ്യമാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് CPM ഉള്ളത് കൊണ്ടാണോ സാധ്യമാകുന്നത്? ഉത്തരേന്ത്യയിലെ പോലെ അതിദരിദ്രരായി ചേരിയിൽ കഴിയുന്ന ആളുകളാണ് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ. അവർ സ്വയം സംഘടിക്കപ്പെട്ടത് കൊണ്ടും സ്വയം ശാക്തീകരിക്കപ്പെട്ടത് കൊണ്ടുള്ള എന്താ അതിലെ യാഥാർത്ഥ്യം? ഇവർ കുറേ കാലമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ CPM ഉള്ളത് കൊണ്ടാണ് മതന്യൂനപക്ഷങ്ങൾ സമാധാനത്തോട് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ മതന്യൂനപക്ഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവിടെ CPM നിലനിൽക്കുന്നത്. കുറേ കാലമായി മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത്, മതന്യൂനപക്ഷങ്ങളുടെ രക്ഷാകർതൃത്വം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞതുകൊണ്ട് CPM അതിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് സാധ്യമാക്കുന്നത്, അല്ലാതെ മറിച്ചല്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ഇവരുള്ള ബംഗാളിൽ മതന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താ? അപ്പോൾ ഇത് കൃത്യമായി കുറേ കാലമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി അതിനൊരു തീരുമാനമാകും. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം നടത്തുന്ന വർഗീയത കലർന്ന പ്രചരണ പരിപാടികൾ, ആ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്നത് ആരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാറിലാണ് ഈ പറയുന്ന BJP നേതാക്കളുടെ വർഗീയതയെ തോൽപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുപോകുന്നത്. പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെ ന്യായീകരിക്കുക, പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ന്യായീകരിക്കുക. ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ മതന്യൂനപക്ഷങ്ങളുടെ രക്ഷാകർതൃത്വം അവകാശപ്പെട്ടതുപോലെ ഇനി അവർക്കത് സാധ്യമല്ലെന്നേ. ഇനി താങ്കൾ പറഞ്ഞ വെൽഫെയർ സ്കീമുകളിലേക്ക് വരാം. ഇവിടെ വളരെ ആധികാരികമായി ഫോൺ വന്നതുകൊണ്ട് ഇവിടെ ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെ യാഥാർത്ഥ്യം? അരുൺകുമാറിനെ പോലെ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റൂ. ഫോൺ വന്നതുകൊണ്ട് എത്ര പേർക്ക് ഇവിടെ കണക്ഷൻ കിട്ടി? എന്താ ഫോൺ വന്നു? എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്താ പറയുന്നത്? ഒരു ഓളത്തിന് അങ്ങോട്ട് പറഞ്ഞു പോവുക, ഫോൺ വന്നു, കേരളം മുഴുവൻ ഇൻ്റർനെറ്റ്. എന്താണ് ഫോണിൻ്റെ സ്ഥിതി? ഇതുപോലെയല്ലേ ഇവരുടെ ഓരോ പ്രൊജക്റ്റും? ഇവർ ഈ അവസാന സമയം കുറച്ച് പെൻഷൻ്റെ കുടിശ്ശിക തന്നു തീർത്താൽ ജനങ്ങളെല്ലാം മറക്കും. ജനങ്ങളുടെ ഓർമ്മശക്തി വളരെ പരിമിതമാണെന്ന് വിചാരിച്ചാൽ എല്ലാ കാലത്തേക്കും വില പോവോ? താങ്കൾ പറഞ്ഞത് ശരിയാണ്. കൊറോണയുടെ സാഹചര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഈ പറയുന്ന പ്രളയത്തിൻ്റെ സാഹചര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ ചക്ക വീണത് കൊണ്ട് എല്ലാ തവണയും മൊയില് ചാവില്ലെന്നേ. കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ, രാഷ്ട്രീയ ജ്ഞാനശേഷിയെ നിങ്ങളിങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇവർ കണ്ടുകൊണ്ടിരിക്കുക. ഇവർ കേരളത്തിൽ സർക്കാർ കാവലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാർ കാവൽ നിൽക്കുന്നത് സംഘപരിവാറിനാണെന്നേ. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സംഘപരിവാറിന് ഒരു ബദൽ എന്ന് പറഞ്ഞ് സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ പിണറായി വിജയന്റെ സർക്കാർ സ്വീകരിച്ച സമീപനങ്ങളുണ്ട്. എനിക്ക് വേണമെങ്കിൽ ആദ്യ വർഷം മുതൽ, പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ആദ്യ വർഷം മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ എണ്ണി പറയാം. ഞാൻ ഏറ്റവും അവസാനം ഒരു ഉദാഹരണം മാത്രം പറയാമെന്ന്. ഒരേ ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം നഗ്നമായ വർഗീയ വിദ്വേഷം പറയുന്ന പ്രസംഗങ്ങൾ നടത്തി. എവിടെയെങ്കിലും FIR ഇട്ടിട്ടുണ്ടോ? പക്ഷേ CPIയുടെ ഒരു നേതാവ് ചേർത്തലയിൽ പ്രാദേശികമായി വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വർഗീയ വിദ്വേഷ പരാമർശത്തിനെതിരെ ഒരു പരാമർശം നടത്തി അദ്ദേഹത്തിനെതിരെ FIR ഇട്ടു. ഇതാണ് CPMന്റെ പൊതു സമീപനം. ഞാനൊരു സാമ്പിളിംഗ് മെത്തേഡിൽ ഒരു കാര്യം മാത്രം പറഞ്ഞതാണ്. ഇവിടെ CPM അത്തരം സംഘപരിവാർ നേതാക്കളുടെ കാര്യത്തിൽ കേസെടുക്കാതിരിക്കുന്നതിനും സംഘപരിവാറിനെ എതിർത്തതിൻ്റെ പേരിൽ കേസെടുത്തതിനും അവിടെ പറഞ്ഞ് തർക്കിക്കുകയാണെങ്കിൽ ഒരു ദിവസം വേണ്ട ഉദാഹരണങ്ങളുണ്ട്. ഞാനതിലേക്ക് കിടക്കുന്നില്ല. ഇതൊരു പൊതുസ്ഥിതിയാണ്.
വെള്ളാപ്പള്ളി അപ്പൊ നടേശൻ നിരന്തരം പറയുന്നു ഒരു തവണ കൊറോണ കാലത്തെ കിറ്റ് കൊണ്ട് വോട്ട് ചെയ്തതിന് കിട്ടിയ അബദ്ധം ജനം മറികടക്കുമെന്ന അവകാശവാദമാണ് നിങ്ങൾക്കുള്ളത്. അല്ല, ഷാബു പ്രസാദ്, ഇതിനകത്ത് മതനിരപേക്ഷതയുടെ കുത്തക അവകാശപ്പെടുന്നു CPIM, എല്ലാ കാലത്തും അവർ അവകാശപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നു ഇനി അത് അവകാശപ്പെടാൻ കഴിയില്ല, കാരണം വെള്ളാപ്പള്ളിയെ കൊണ്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ പോലീസ് RSSന്റെ കൂടെയാണെന്ന്. ഇപ്പുറത്ത് നിന്നുകൊണ്ട് RSSകാർ പറയുന്നത് മൊത്തം അപ്പുറത്തെ പ്രീണന സമീപനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവരുടെ ഗസയും അതിലെടുക്കുന്ന പൊസിഷൻ എല്ലാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ആ കാര്യത്തിൽ നിങ്ങൾ സർക്കാരിനെ കാണുന്നത് എങ്ങനെയാണ്? അനൂപിൻ്റെ വിമർശനത്തെ എങ്ങനെയാണ് ഷാബു കാണുന്നത്? ഇവിടെ ഈ കേരളത്തിലെ ഈ മതനിരപേക്ഷത, അതിന്റെ ഈ രക്ഷാകർതൃത്വം, അതേപോലെ ഈ പറഞ്ഞാലും മോദി വിരുദ്ധത, അതിന്റെ ഒരു ഓണർഷിപ്പ്, ഇത് രണ്ടും ഈ സംഭവങ്ങള് ഇവിടുത്തെ കേരളത്തിലെ ഇവർ തമ്മിലുള്ള ഒരു വലിയ കോമ്പറ്റീഷൻ ഐറ്റമാണ്. ആരാണ് കൂടുതൽ മതനിരപേക്ഷൻ, നിങ്ങൾ ഞാൻ കൂടുതൽ മതനിരപേക്ഷൻ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മത്സരത്തിലാണ്. ഇത് സത്യം പറഞ്ഞാൽ BJP ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവകാശപ്പെടുന്നില്ല. അവർ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുകയാണ്. അവർ ജനങ്ങളുടെ അടുത്ത് പ്രവർത്തിച്ച് അവർക്ക് കിട്ടാവുന്ന, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വളർച്ചയുണ്ടായി വോട്ട് ബേസിൽ. ആ വോട്ടിനെ ഇനിയിപ്പം അങ്ങനെ ആ ബേസിനെ എങ്ങനെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് അതിനെ വോട്ടാക്കി മാറ്റി അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ള അവർ അതിൻ്റെതായ തിരക്കിലാണ്. അല്ലാതെ അവരിവിടെ ഒരു മതനിരപേക്ഷതയുടെയോ അല്ലെങ്കിൽ വർഗീയതയുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒന്നും ഒരു കുത്തക അതിന്റെ മത്സരത്തിൽ BJP ഇല്ല. അവിടെ BJP വെറും കാഴ്ചക്കാരാണ്. ഇവരാണ് ആ മത്സരത്തിലുള്ളത്. ഈ മത്സരമാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇപ്പത്തെ ഇവിടെ അനിൽകുമാർ അവകാശപ്പെടുന്നു ഞങ്ങളുള്ളത് കൊണ്ടാണ് ഇവിടെ ന്യൂനപക്ഷങ്ങൾ സമാധാനത്തോടെ ജീവിച്ചു പോകുന്നത്. കോൺഗ്രസ്സുകാർ പറയുന്നു അത് ഞങ്ങളാണ്, അദ്ദേഹം കണ്ടില്ലേ, ഏറ്റവും വലിയ എന്താണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം ശബ്ദിക്കുന്ന മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങളാണ് ഏറ്റവും വലിയ മതനിരപേക്ഷം. ഇത് ഈ കോമാളിക്കളി എത്ര കാലം മുമ്പോട്ട് പോകും എന്നുള്ളത് കേരളത്തിന്റെ മുമ്പിലുള്ള വലിയൊരു ചോദ്യമാണ്. ഇവര് തമ്മിലുള്ള അതുമല്ല, ഈ സഖ്യപർവ്വതം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, വാളയാർ ചുരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരം ഇവരൊന്നാണ് താനും. അതിന്റെ ഇപ്പുറത്ത് എന്താണ് ഈ വാളയാർ ചുരത്തിന് അപ്പുറത്തും ഇപ്പുറത്തും തമ്മിലുള്ള കാറ്റിന്റെ വ്യത്യാസം കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും ഈ വാളയാർ ചുരത്തിന് അപ്പുറത്ത് ഇവർ രണ്ടുപേരും ഒന്നാണ്. രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാണ് CPM വോട്ട് പിടിക്കുന്നത്. എന്തായാലും നല്ല രസകരമായ ഒരു രാഷ്ട്രീയ നാടക കോമാളി കാഴ്ചയാണ്. ഇതും ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ശരി. അപ്പൊ അതിനകത്ത് ആ വാഗ്വാദത്തിലെ പൊള്ളത്തരം ആൾക്കാർ തിരിച്ചറിയുമെന്ന് പറയുന്നു അദ്ദേഹം. അല്ല, ശ്രീ അനിൽകുമാർ, ഇതിനകത്ത് ഈ സംഗതികളൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനോടുള്ള സമീപനം എന്താണ്? ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ശബരിമലയുടെ കാര്യം എടുക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് LDF സ്വീകരിച്ചു പോരുന്ന ഉയർന്ന രാഷ്ട്രീയ ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനാണ് ജനങ്ങൾ വാല്യൂ ചെയ്യുക, അതിനാണ് വോട്ട് ചെയ്യുക, കേവല വിവാദങ്ങൾക്കല്ല എന്നാണ്. ആ പൊസിഷൻ പോലും പൊല്യൂട്ട് ചെയ്യപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ CPMന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ആ പ്രശ്നത്തെ നേരിടുന്നുണ്ടോ സത്യത്തിൽ പാർട്ടി? ഈ ഞങ്ങളിവിടെ വേണം എന്നുള്ള ക്വസ്റ്റ്യനകത്ത് ചില ഉപചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒരു ചാഞ്ചാട്ടത്തിൻ്റെ പ്രശ്നമില്ല. ഒന്നാമത്തെ പോയിന്റ്, സാർവദേശീയ തലത്തിലാണ് ഞങ്ങൾക്ക് ഗസയായിട്ടുള്ള നിലപാട്. അത് സാമ്രാജ്യത്വ വിരുദ്ധതയാണ്. SNDPയുടെ ജനറൽ സെക്രട്ടറി ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ സാമ്രാജ്യത്വ വിരുദ്ധതയിൽ വെള്ളം ചേർത്തോ? പലസ്തീനുമായി ബന്ധപ്പെട്ട വേട്ടയാടലുകൾ വന്നപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ എടുത്ത നിലപാടെന്താണ്? ഞങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷനിൽ ഉറച്ചു നിന്നു. എത്ര വോട്ടെന്നുള്ളതല്ല. നമ്മുടെ കേരളത്തിനകത്ത് ഇസ്രായേൽ അനുകൂലമായ ഒരു വികാരം ഉയർന്ന സന്ദർഭത്തിലും അത് തെറ്റാണ്, കൊല്ലപ്പെടുന്ന മനുഷ്യർ മുസ്ലിങ്ങളെന്ന നിലയ്ക്കല്ല ഒരു ജനതയുടെ വംശഹത്യയാണ് നടക്കുന്നത് എന്ന CPIM പൊസിഷൻ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട SNDP ജനറൽ സെക്രട്ടറിയുടെ ഏതെങ്കിലും നിലപാടുകൾ എല്ലാം ഞങ്ങളുടെ നിലപാടുമായി തന്നെ ഒത്തുപോകുന്നതാണ് എന്നുള്ളതല്ല. ഞങ്ങൾ ക്ലിയറായി പൊസിഷൻ എടുത്തത് ആ പ്രസ്ഥാനത്തെ RSSന്റെ ആലയത്തിൽ കൊണ്ട് കെട്ടാൻ അവരാഗ്രഹിക്കുന്നു. അത് വിട്ടുകൊടുക്കേണ്ടതില്ല. ഇതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ. വിമർശനങ്ങളുണ്ടാകാം. NSSുമായി ബന്ധപ്പെട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ NSS ഒരു ശരിയായ പൊസിഷൻ തിരിച്ചറിഞ്ഞു. എന്താണ് പൊസിഷൻ തിരിച്ചറിഞ്ഞത്? NSS എടുത്ത നിലപാടിനോട് ആത്മാർത്ഥമായി യോജിക്കുകയല്ല കോൺഗ്രസ് ചെയ്തത്, അല്ല UDF ചെയ്തത്. BJP നിയമനിർമ്മാണം വാഗ്ദാനം ചെയ്ത് ശബരിമല കാര്യത്തിൽ അവരെ വഞ്ചിക്കുകയും ചെയ്തു. അപ്പോൾ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷം ഭരിക്കുന്നു. NSSനെ സംബന്ധിച്ച്
നിയമപരമായി ഉയർത്തുന്ന കാര്യങ്ങൾക്ക് കേരളത്തിനകത്ത് നീതി നിർവഹിക്കപ്പെടുന്നുണ്ട്. സർക്കാർ അക്കാര്യത്തിൽ നിയമപരമായി നീതിപരമായി ഇടപെടാൻ തയ്യാറാകുന്നുണ്ട്. അതവർ വിലമതിക്കുന്നു. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ RSSൻ്റെ ആലയത്തിൽ പോകേണ്ടതാണ് എന്ന യാതൊരു ധാരണ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രസ്താവനയുടെ വ്യാകരണത്തെ ചൊല്ലി നമ്മുടെ കേരളത്തിനകത്ത് RSSനെ ശക്തിപ്പെടുത്തുന്ന ഒരു ആഖ്യാനത്തിന് ഞങ്ങളില്ല. അല്ല, പക്ഷേ SNDP യോഗം RSSന്റെ ആലയത്തിൽ പോവേണ്ടതാണ് എന്ന് നിലപാടില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. SNDP യോഗത്തിന്റെ താല്പര്യങ്ങൾക്കൊപ്പമല്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന ജനറൽ സെക്രട്ടറി സഞ്ചരിക്കുന്നെങ്കിൽ അവയെ രണ്ടിനെയും അടർത്തി മാറ്റി കാണുക എന്നതല്ലേ വിവേകപൂർണമായ നടപടി? വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ BJPക്ക് കൊടുത്ത ആളാണ്. അദ്ദേഹത്തിന് താല്പര്യം സ്പഷ്ടമാണല്ലോ, അതിൽ വേറെ ഒന്നും ഉണ്ടാവുമെന്നില്ല. അദ്ദേഹത്തിന്റെ മകന്റെ രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിന് വലിയ സ്വപ്നമായിരിക്കും എന്ന് ഓർക്കണം. അദ്ദേഹം അതിനെ മതനിരപേക്ഷ ശൈലിയിലല്ല കൊടുത്തത്, അതിനെ അദ്ദേഹം കൊടുത്തത് BJPക്കാണെന്ന കാര്യം ഓർക്കണം. ഈഴവ സമുദായത്തെ ഗുരുവിൻ്റെ വലിയ മോഹങ്ങളുടെ പിന്നാലെ നടന്ന് അദ്ദേഹം ചെയ്ത പണിയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ SNDP യോഗത്തിൻ്റെയും ഈഴവ സമുദായത്തിൻ്റെയും ആകെ താല്പര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തെ മാനിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് കോമഡിയല്ലേ കോമ്രേഡ്? ഒരു കോമഡിയില്ല. ദയവായി ഒന്ന് മനസ്സിലാക്കുക. BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ BJPക്കൊപ്പം നിൽക്കുകയാണ്. അതിനോട് ഏറ്റുമുട്ടുന്ന ആരാണ്? BDJSൻ്റെ ഈ തെറ്റായ മാരീച രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ്സുകാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാവും. ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ RSS റാഞ്ചാൻ അനുവദിക്കില്ല. ഇതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ. RSSന് കൊടുത്ത ആളെയല്ലേ നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്ന എന്റെ ചോദ്യം. RSS റാഞ്ചാൻ അനുവദിക്കില്ല, എനിക്ക് മനസ്സിലായി. SNDP മഹാപ്രസ്ഥാനമാണ്, വലിയ പാരമ്പര്യമുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ആ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, ആ പാർട്ടിയുടെ പേര് അനൗൺസ് ചെയ്യുന്നു, അതിന് കൊടിയെടുത്ത് കൊടുക്കുന്നു. ആര്? വെള്ളാപ്പള്ളി. എന്നിട്ട് ആ കൊടിയും കൊണ്ട് BJPയുടെ ആലയിലേക്ക് പോയിക്കോളാൻ പറയുന്ന വെള്ളാപ്പള്ളി ആ പ്രസ്ഥാനത്തെ ആർക്ക് റാഞ്ചാൻ വെച്ച് കൊടുക്കുകയാണെന്ന് മനസ്സിലാവുമല്ലോ. നിങ്ങൾ ആ വെള്ളാപ്പള്ളിയല്ലേ പ്രധാനിയായിട്ട് കൊണ്ടു നടക്കുന്നത്. ആ വെള്ളാപ്പള്ളി വേറെ, ഗുരുവിന്റെ പ്രസ്ഥാനം വേറെ എന്ന് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അല്ലല്ല, അവിടെ നിങ്ങൾക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ആ BDJSനെ ഗ്രൗണ്ടിൽ എതിർക്കുന്ന ആരാണ്? BDJSന് കേരളത്തിൽ MLA ഉണ്ടോ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൊല്ലം ജില്ലയിൽ എത്ര മെമ്പർമാരെ കിട്ടി? ഒരു സമുദായത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ ആ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാകേണ്ട ജില്ലകളിൽ എത്ര ജനപ്രതിനിധികൾ അവർക്കുണ്ട്? ശരി, ആ ചോദ്യം അത് പോയിന്റാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വെള്ളാപ്പള്ളി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വംശീയതയും വർഗീയതയും ആളുകളെ വർഗീയമായി ചാർജ്, ഞാൻ പൂർത്തിയായിക്കോട്ടെ. അതായത് വെള്ളാപ്പള്ളി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണി ആളുകളെ വർഗീയമായി ചാർജ് ചെയ്യുക എന്നുള്ളതാണ്, സ്വന്തം സമുദായത്തിലുള്ളവരെ അടക്കം. അതിന്റെ ഗുണഫലം ആർക്കായിരിക്കും കിട്ടുക? നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടത്തില്ലല്ലോ. മകനും മകന്റെ പരിവാരത്തിനല്ലേ കിട്ടുള്ളൂ. അതാണ് നിങ്ങളുടെ ഈ പോരാട്ടം വിഫലമാണെന്ന് ഞാൻ പറയാനുള്ള കാര്യം. അതാണ് നിങ്ങൾ ഗ്രൗണ്ടിൽ പോരാടുന്നു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ, പക്ഷെ അകത്ത് വെള്ളാപ്പള്ളിയെ കൂടെ നിൽക്കുന്നു. വെള്ളാപ്പള്ളി പറയുന്ന വർഗീയതയെ നിങ്ങൾ തള്ളിക്കളയുന്നില്ല. ആ വർഗീയതയുടെ ഉപോൽപ്പന്നം എന്ന് പറഞ്ഞാൽ സംഘിന്റെ അധികാരം തന്നെയാണ്, വേറെന്താണ്? അതെ, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? BDJS രൂപീകരിച്ചപ്പോൾ അതിൻ്റെ പ്രധാനമായൊരു പൊളിറ്റിക്കൽ അജണ്ട, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് RSS ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള കേരളത്തെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായി BDJS ഉണ്ടാക്കിയപ്പോൾ ആ BDJSൻ്റെ അണികളെ ഉപയോഗിച്ചുകൊണ്ട് RSSനെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ BJP ശക്തിപ്പെടുത്തുക എന്നൊരു അജണ്ടയായിരുന്നു. ഈ 10 കൊല്ലക്കാലവും BDJSനെ ദുർബലപ്പെടുത്താൻ ഗ്രൗണ്ടിൽ പോരാട്ടം നടത്തിയ പാർട്ടിയുടെ പേരാണ് CPIM. ഞങ്ങൾ പരസ്യ നിലപാടാണ് എടുത്തത്. അത് മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽപ്പെടുത്തിയ ഒരു ധർമ്മമാണ് പറയുന്നത്. അതൊരിക്കലും ശ്രീനാരായണ ധർമ്മമല്ല എന്ന് പ്രസംഗിക്കാൻ തൻ്റെ ഇടമുള്ളവർ ഞങ്ങൾ ഇല്ലെന്ന്. BDJSനെ ശക്തിപ്പെടുത്താനല്ലേ വെള്ളാപ്പള്ളി വർഗീയത പറയുന്നത്? അല്ലേ? ചോദ്യം ചെയ്തു. അല്ല, വെള്ളാപ്പള്ളി വർഗീയത പറയുന്നത് എന്തിനാണ്? BDJSനെയും BDJSന്റെ പരിവാരത്തെയും നിങ്ങൾ ദുർബലപ്പെടുത്തണമെങ്കിൽ BDJSനെയും BDJSന്റെ പരിവാരത്തിനും കടന്നു വരാൻ വഴിയൊരുക്കും വിധത്തിൽ വർഗീയത പറയുന്ന ആളെ തള്ളി പറയണം. നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? വെള്ളാപ്പള്ളി ഇത് പറയുന്നത് എന്തിനാണ് കോമ്രേഡ്? വെള്ളാപ്പള്ളി ഇത് പറയുന്നത് കേരളത്തെ എന്തിനാണ്? കേരളത്തിൽ BDJSനും NDAയ്ക്കും കടന്നു വരാൻ കഴിയുന്ന വൈറസ് ഇഞ്ചക്ട് ചെയ്യല്ലേ വെള്ളാപ്പള്ളി ചെയ്യുന്നത്? ആ വെള്ളാപ്പള്ളിയെ നിങ്ങൾക്ക് തള്ളി പറയാൻ പറ്റുന്നില്ല, പിന്നെ നിങ്ങൾ എന്ത് പോരാട്ടം നടത്തുന്നതാണ്? അപ്പോൾ ഇനി ഞാൻ പറയുന്നത് കേൾക്കുക. ഒന്ന്, നമ്മുടെ രാജ്യത്തിനകത്ത് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാരൊക്കെ അവരെല്ലാവരെയും തള്ളി പറയണം. അങ്ങനെ തള്ളി പറയുമ്പോൾ മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചു ആര്? ജമാഅത്തെ ഇസ്ലാമി. ആര് പറയുന്നു? പ്രതിപക്ഷ നേതാവ് പറയുന്നു. മറുഭാഗത്ത് മതരാഷ്ട്രവാദമായിട്ട് SIയുടെ ജാഥ വരുന്നു. ഒരു ഭാഗത്ത് നമ്മൾ കാണുകയാണ്. ഞാൻ ചോദിക്കുന്നത് മതരാഷ്ട്രവാദികളോടോ അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകളോടോ ഉള്ള നിങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും സമീപനത്തിലെ തട്ടുതൂക്കലല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ചോദിക്കുന്നു. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നുണ്ടല്ലോ.
നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും ഞാൻ കമ്മ്യൂണിസ്റ്റ് വെൽഫെയർ പാർട്ടിയും പാർട്ടിയെയും മാർക്സിസ്റ്റും SDP എല്ലാം തള്ളി പറയുന്നുണ്ടല്ലോ. വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ വെള്ളാപ്പള്ളി മകന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ഭാവി ഉണ്ടാക്കാൻ വംശീയത പറയുകയാണ്. അത് നിങ്ങൾക്ക് തടയാൻ കഴിയാതെ നിങ്ങൾ വർഗീയത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒറ്റക്കെണ്ണാണെന്ന് തോന്നുന്നു. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നുണ്ടല്ലോ, എനിക്ക് തർക്കമില്ല. നിങ്ങൾ വെൽഫെയർ പാർട്ടിയെ പറയുന്നുണ്ട്, SDP പറയുന്നുണ്ട്, നിങ്ങൾ മുസ്ലിം ലീഗിനെ അവരെ പറഞ്ഞു. മുസ്ലിം ലീഗ് വർഗീയവാദികളാ ഇപ്പൊ പറഞ്ഞു പാർട്ടി സെക്രട്ടറി. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ടച്ച് ചെയ്യുന്നില്ല, വേറെ എന്തൊക്കെയോ പറയാണ്. വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയൂ, വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയൂ, ബാക്കിയെല്ലാം പറയുന്നുണ്ടല്ലോ. മറുപടി വേണ്ടേ? മറുപടി വേണ്ടേ? മറുപടി വേണ്ടേ? മറുപടി കൃത്യമായിട്ട് പറയാം. CPM-ന്റെ മറുപടി ഞാൻ പറയുകയാണ്. നമ്പർ 1, മതരാഷ്ട്രീയം പയറ്റുന്നത് ആരൊക്കെയെന്ന ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തിനകത്ത്, കേരളത്തിനകത്ത് കൃത്യമായ വർഗീയവൽക്കരണ അജണ്ടയുമായി പ്രവർത്തിക്കുന്നവരുണ്ട്. ആരൊക്കെയാണ് ആ പ്രവർത്തിക്കുന്ന അജണ്ടയ്ക്ക് വിധേയമായി അല്ല കാടടച്ച് വെടിവെക്കേണ്ട ആരൊക്കെയാണ് വർഗീയവാദ നിലപാടുകളുമായി രംഗത്തുള്ളവർ ആരൊക്കെ? അത് പറഞ്ഞു വെക്കുള്ളൂ, ഞാൻ സമയം തരാം, എക്സീഡ് ആണെങ്കിലും. ഞാൻ പറയട്ടെ, ഞാനൊന്ന് എൻ്റെ ഭാഗം പറയട്ടെ. നിങ്ങൾ അസ്വസ്ഥമാകുന്നതിന് കാരണം മറുപടി പറഞ്ഞാൽ നിങ്ങൾ പൊളിയും, അപ്പം നിങ്ങൾ അസ്വസ്ഥമാകും. എനിക്ക് വിരോധമൊന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. CPM പൊസിഷനാണ് ഞാൻ പറയുന്നത്. അതെ, നിങ്ങൾ പൊളിഞ്ഞു പോകും. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കലുഷിതമായ ഒരു അന്തരീക്ഷമുണ്ട്. കേരളത്തിലും വർഗീയവൽക്കരണം ശക്തമാണ്. പ്രത്യേകിച്ച് വിവിധ ജനവിഭാഗങ്ങളിൽ അവനവനിലേക്കുള്ള മതവൽക്കരണം ശക്തമാവുകയും അത് വർഗീയത ആകുന്ന തരത്തിൽ രാഷ്ട്രീയ മതവൽക്കരണം ശക്തമാവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിനകത്ത് സമുദായ സംഘടനകളെ വർഗീയ ശക്തികൾക്കോ മതരാഷ്ട്രീയക്കാർക്കോ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരാധനാലയങ്ങളെ ഏതെങ്കിലും പ്രത്യേക വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ സമുദായ സംഘടനകളെ വർഗീയവൽക്കരിക്കാനുള്ള പരിധി വിട്ട പരാമർശങ്ങൾ നടത്തുന്നുണ്ട് എന്ന അഭിപ്രായം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിലപാട് പറയും. അല്ല, താങ്കളുടെ നിലപാട് ഞാൻ ചോദിക്കുന്നത് സമുദായ സംഘടനകളെ വിട്ടുകൊടുക്കില്ല. സമുദായ സംഘടനയെ, സ്വന്തം സമുദായ സംഘടനയെ വർഗീയതയിലേക്ക് കൊണ്ടുപോകാൻ പരിധി വിട്ട വെള്ളാപ്പള്ളി പറയുന്നുണ്ടോ? നിലപാട് പറയട്ടെ സാർ. ഒരു അമ്പലമുറ്റത്ത് വർഗീയവൽക്കരണം നടത്താൻ RSS വന്നാൽ അവിടെ പോയി തടയാൻ നിങ്ങളുടെ SDP-ക്ക് പറ്റുമോ? നിങ്ങൾ ഈ RSS-ന്റെ വിജയദശമി ദിനത്തിൽ RSS വടി കുറുക്കി വരുമ്പോൾ അതിനെ തടയാൻ നിൽക്കലാണ്. RSS-നെ തടയുന്നൊരു വിചാരം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് നിങ്ങൾ ഈ ഗ്രൗണ്ടിലെ കഥ പറയുന്നത്. RSS ജനങ്ങൾക്കിടയിലേക്ക് കയറുന്നത് വിജയദശമി ദിനത്തിലെ നിക്കറിട്ട് മാർച്ച് നടത്തിയിട്ടല്ല. സാംസ്കാരിക അധിനിവേശം എന്നൊരു സംഗതിയുണ്ട്. മനുഷ്യന്മാർക്കിടയിലേക്ക് അത് പടർന്നു കയറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ അങ്ങാടിയിൽ കുറുവടിയുമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന മട്ടിലാണോ? ഞാൻ വെള്ളാപ്പള്ളിയുടെ വംശീയ പരാമർശം SNDP അപ്പുറത്ത് കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൽ തൊടാതെ കളിക്കുകയാണ്. അതിൽ തൊടാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള പരിമിതി മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആ ചോദ്യം ആദ്യം ചോദിക്കാതിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു കോമ്രേഡ്, ഞാൻ ചോദിക്കില്ല ഇനി. യെസ്, ഞാൻ പറയട്ടെ, ഇതാണ് ഞങ്ങളുടെ പോയിന്റ്. നിങ്ങൾ പറയുന്നു സാംസ്കാരിക ദേശീയതയാണ് RSS-ന്റെ നയം. അതിനെതിരായിട്ട് ഞങ്ങളെന്താ ചെയ്യുന്നത്? ഞങ്ങൾ ആ സാംസ്കാരിക ദേശീയത മുന്നോട്ടുന്ന RSS-ന്റെ നയപ്രസ്ഥാനത്തിന് നാട്ടിൽ പോരടിക്കുകയാണ്. ഇല്ലെന്ന് നിലവിട്ട് പോകരുത്. ഞാൻ ചോദിച്ചിട്ട് കോറിലേക്ക് വരൂ, അല്ലാതെ ഈ ഏതൊക്കെയോ കളത്തി കളിക്കാൻ. അതെ, ഞാൻ പറയട്ടെ, എന്റെ പാർട്ടി നയം ഞാനല്ലേ പറയട്ടെ? എന്റെ പാർട്ടി നയം ഞാനല്ലേ പറയേണ്ടത്? ഞാൻ പറയേണ്ട ഒരു കാര്യം, RSS-നെ നേരിടുന്നത് എങ്ങനെയെന്ന് കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ പദ്ധതിയുണ്ട്. ആ ഞങ്ങളുടെ പദ്ധതി പ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അത് തന്നെയാണ് മറുപടി. പറയട്ടെ, അങ്ങോട്ട് പിടിക്കേ. കുന്തിരിക്ക കരുതിക്കോ, അവലുമല്ല് കരുതിക്കോ, നിങ്ങളുടെ കാലം വരുന്നുണ്ട്. കേട്ടിട്ടില്ല? SDP-യുടെ റാലിയിൽ പറഞ്ഞ മുദ്രാവാക്യം അത് തന്നെ. അത് നേരിട്ടവരാ ഞങ്ങൾ. സംഘി വിജയനുണ്ടായി. അല്ല അത് തന്നെയാണ്. അതിനെ എതിർത്തത് കൊണ്ടാണ് സംഘി വിജയൻ. അല്ലല്ല, വെള്ളാപ്പള്ളി പറഞ്ഞത് വംശീയതയാണെന്ന് പറഞ്ഞ് ഇത്രയും പറഞ്ഞല്ലോ. ഇല്ല, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, SDP പറഞ്ഞു, കുന്തിരിക്ക മുദ്രാവാക്യം പറഞ്ഞു, ഒക്കെ പറഞ്ഞു. വെള്ളാപ്പള്ളി പറഞ്ഞതിനെ കുറിച്ച് വെള്ളാപ്പള്ളിയെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ഒരു ചർച്ചയിലും വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയാനുണ്ടോ വല്ലോ? പറയാം. വെള്ളാപ്പള്ളി തന്നെ പറയണം, ആ വാക്ക് പറയണം. കൃത്യമായിട്ട് പറയാം. എന്റെ പാർട്ടി നയം ഞാൻ പറഞ്ഞിട്ട് പോകും. പാർട്ടി നയം പറയാൻ തൻ്റെ ഉള്ളൂ, ധൈര്യമുള്ളൂ. നമ്പർ 1 പോയിന്റ് എന്ന് പറയുന്നത്,
അതെ, ഇപ്പൊ മനസ്സിലാക്കിയോ, പെട്ടെന്ന് മനസ്സിലാക്കിയോ. ഇവിടുത്തെ ഒരു സമുദായ സംഘടനയും പേരൊക്കെ പറ കോമ്രേഡ്, നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലേ? ഏത് പടപ്പിത്തല്ലാതെ പടപ്പിത്തല്ലാതെ വെള്ളാപ്പള്ളി മലപ്പുറത്ത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. മുസ്ലിങ്ങളുടെ ആഘോഷ ദിവസം മറ്റുള്ളവരെ കടയടപ്പിക്കുകയാണ്. ഈ സർക്കാരിനെ ഭരിക്കുന്നത് കാന്തപുരമാണ് എന്നൊക്കെ പറഞ്ഞ പച്ച വർഗീയത പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. ആരായാലും അവർ പറയാൻ പാടില്ല എന്നൊക്കെ എന്തിനാ പൊതിഞ്ഞു പിടിക്കുന്നത്? പറയാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് പരിമിതി ഉണ്ടെന്ന് പറഞ്ഞേക്കാം, ഞാൻ മനസ്സിലാക്കും. എനിക്കിപ്പോൾ നിങ്ങളെ കൊണ്ട് നിർബന്ധിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞതിന് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് SDPI എന്ന് പറഞ്ഞതിന് യാതൊരു പ്രശ്നമില്ല. SDPIയുടെ റാലിയിൽ പ്രഖ്യാപിച്ച SDPIയുടെ റാലിയിൽ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം ഓർത്തു പറയുന്നതിന് അങ്ങേക്ക് ഒരു തടസ്സവും ഇല്ല. വെള്ളാപ്പള്ളി പറഞ്ഞ വംശീയതയെക്കുറിച്ച് അങ്ങേക്കൊന്നും പറയാനില്ല. ഞാൻ മനസ്സിലാക്കുകയാണ്, പൂർണ്ണമായും മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ പരിമിതി പലതരത്തിൽ നിങ്ങൾക്കുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. ശരി ശരി ശരി, പൂർത്തിയായിക്കോളൂ, വേഗം പൂർത്തിയായിക്കോളൂ. എന്താ ഇപ്പൊ നടക്കുന്നത്? നടക്കുന്നത് എനിക്കാണോ അവർക്കാണോ സമയം? അല്ല, താങ്കളുടെ സമയം. എല്ലാ കാര്യം അംഗീകരിക്കാം. ഇവിടെ സമയമാണ്. അല്ല, ആരുടെ സമയമാണ്? അനിൽകുമാറിന്റെ സമയത്തിൽ ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. ഒറ്റ സമയം പറഞ്ഞാൽ ഞാൻ നിർത്താം. അനൂപിന്റെ സമയം ഒരേ പോയിന്റ് ഉള്ളൂ. ഇദ്ദേഹം പറയുന്നത് BJDS-നെ ഗ്രൗണ്ടിൽ നേരിടുന്നത് BJDS-നെ ഗ്രൗണ്ടിൽ നേരിടുന്നത് BJDS-നെ ഗ്രൗണ്ടിൽ അതെ, BJDS-ന്റെ നേതാവ് ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളി ചെക്ക് കേസിൽ പോയപ്പോ കത്തെഴുതിയ ആളാ പിണറായി വിജയൻ. SNDP വിട്. ഈ തുഷാർ വെള്ളാപ്പള്ളി എങ്ങനെ നിങ്ങൾ ഗ്രൗണ്ടിൽ നേരിടുന്നത്? തുഷാർ വെള്ളാപ്പള്ളി ഗൾഫിൽ ചെക്ക് കേസിൽ പോയപ്പോ കത്തെഴുതി വിടണമെന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പറയുന്ന NDA ഘടകകക്ഷി നേതാവിന് വേണ്ടി. അതെ, കേരളത്തിൽ എത്രയോ പ്രവാസികൾ കേസിൽ പെടുന്നുണ്ട്. ഈ പിണറായി വിജയന്റെ കത്തും കമ്പിയും ഒന്നും കണ്ടില്ലല്ലോ. ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾ SNDP എന്ന് പറയുന്നു, BJDS-ന്റെ നേതാവല്ലാതെ എന്ന് പറയുന്ന എന്ത് സ്ഥാനമാണ് തുഷാർ വെള്ളാപ്പള്ളിക്കുള്ളത്? ഈ തുഷാർ വെള്ളാപ്പള്ളി ഗൾഫിൽ ചെക്ക് കേസിൽ മോചിപ്പിച്ച മനുഷ്യന്റെ പേര് പിണറായി വിജയൻ. നേതാവിനെ കത്തെഴുതി മോചിപ്പിച്ച മനുഷ്യന്റെ പേര് പിണറായി വിജയനെ. പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പലതരം വിഷയങ്ങളുണ്ട്. ജനം അതിൽ ഏത് വിഷയത്തിന് നമുക്ക് കാത്തിരുന്ന് കാണണം. ഞാൻ അവസാനിപ്പിക്കുന്നു, കുറെ സമയം കടന്നുപോയി. താങ്ക് യു ശ്രീ ഷാബു പ്രസാദ്, സജീവൻ, ഒപ്പം സെനിൽ കുമാർ, ശ്രീ VR അനൂപ്. ബാക്കി രണ്ടുപേർക്ക് സമയം കുറഞ്ഞു വയ്ക്കാൻ സോറി, ഇങ്ങനെ നീണ്ടുപോയതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.